ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്റെ നാട്ടില് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ഈവനിങ് ആണ്. ഈ ഒരു ഈവനിങ് വൈബാണ്. അപ്പൊ ആ ഒരു ഈവനിങ് വൈബ് നമുക്ക് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം. സോ എന്തായാലും എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു റേഡിയോ ബഡായി പാട്ടുകാരെ ഇതിലെ. അപ്പോ പാട്ടുകാർക്ക് മാത്രമല്ല എല്ലാവരുടെ ഉള്ളൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഉണ്ട് എന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ പാട്ടൊക്കെ പാടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പിങ് ചെയ്യുക. പാട്ട് പാടുന്ന കുറെ ഗായകർ നമുക്ക് വരാനുണ്ട്. അപ്പൊ അവരൊക്കെ പിങ് ചെയ്ത് വരുത്താട്ടോ. ഓ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂസമ്മോ കേൾക്കുന്നുണ്ടോ? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ കോപ്സേ. ഓക്കെ. ഇവിടെ ഒരു ചുവന്ന മയമാണുള്ളത്, ഒരു ചുവന്ന മയം. അതുകൊണ്ടൊരു ഡൗട്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോന്നൊക്കെ. ഇവിടെ ഇടിവിട്ട് മഴയായിരുന്നു, പക്ഷെ മാനം പതുക്കെ അപ്പൊ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇനി എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. പാട്ട് പാടാൻ വേണ്ടി ഗിറ്റാറൊക്കെ ആയിട്ട് വന്നേക്കാണ്. കൊച്ചു കള്ളി. ഓക്കെ. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ആദ്യം തന്നെ ഞാൻ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടോ അവിടെ ആരെങ്കിലും? എനി വൺ ഫ്രം ദി ഗ്രൂപ്പ്? ഞാനല്ലെങ്കിലും പാടി വെറുപ്പിക്കാൻ വന്നതാണല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ കുറെ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്, അറിയോ? അപ്പൊ ഇന്ന് നിങ്ങളുടെ പാട്ടും കൂടി കേൾക്കാൻ വേണ്ടിട്ടാ. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു റൂം ഇട്ടപ്പോ ഞാൻ കുറെ പാടി വെറുപ്പിച്ചായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ നിങ്ങളും കൂടി വേണം. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ വേണ്ടത്. പാട്ടുകാരെ ഇതിലെയാണ്, അല്ലാതെ ഇവിടെ ഞങ്ങളുടെ RJSന്റെ കലാപരിപാടികളല്ല കേട്ടോ. ഓക്കെ. അതാണ് ചില വ്യക്തികൾ റൂം ഒക്കെ ഇട്ട് ഗ്രൂപ്പ് സോങ് പാടുന്ന വിവരമൊക്കെ നമ്മൾ ഇവിടെ അറിയുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പ്. ഇവിടെ അഭിച്ചേട്ടൻ മൈക്കൊക്കെ അൺമ്യൂട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടാൻ വന്നാന്ന് തോന്നുന്നു. അഭിച്ചേട്ടാ, മിസ്റ്റർ അഭിമന്യു, സ്പീക്കറാണോ അതോ മിണ്ടാത്തതാണോ? കണ്ടാ മ്യൂട്ടാക്കി. അപ്പൊ ഹലോ, പാട്ട് ആരാണത്? ഹായ്. സിദ്ധി. ഹായ്, വെൽക്കം ടു റേഡിയോ ബഡായി. ഓക്കെ, താങ്ക് യു. പാട്ട് പാടാൻ വന്നാണോ? കവിത പറ്റുമോ? കവിത ഇവിടെ എന്തും പോവും. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത. ഓക്കെ. കൊച്ചോട്ടെ. ഹലോ. ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്തോ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മ ശിഖരത്തിലൊരു കൂടു തന്നു. നിന്നാത്മ ശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കൊച്ചുരാ പാടി കരയുമ്പോഴും നീർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാ പാടി കരയുമ്പോഴും നീർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. ഒരു കൊച്ചുരാ പാടി കരയുമ്പോഴും നീർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിലാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. നിന്നിലടിയും
എന്നതേ നിത്യസത്യം. താങ്ക് യു. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഒരു മനോഹരായിട്ട് നല്ലൊരു സ്റ്റാർട്ടായിരുന്നു നമ്മുടെ ഈ ഒരു പാട്ടുകാരെ ഇതിലെ എന്ന പരിപാടിക്ക്. താങ്ക് യു സോ മച്ച് ഇത് ചേട്ടാ. ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോ ആ, എവിടെ നിന്നാണ് ചേട്ടൻ വരുന്നത്? ഞാൻ കായംകുളം സ്വദേശിയാണ്. ഓക്കെ, നല്ല ഗിറ്റാറാണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല സുഹൃത്തുക്കളെ. ദൈവമേ, എനിക്ക് സുസ്മി ചേച്ചിനെ കൊണ്ട് 2-3 പാട്ട് പാടിക്കേണ്ടതാണ്. ഈ ഒരു നെറ്റ്വർക്കും കൊണ്ട് ഞാൻ ഹലോ. രണ്ടുപേർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഇഷ്യൂ ആണ്. ഇല്ല കേട്ടോ. ശ്രുതി പറഞ്ഞോളൂ. ഉം. ആ, ഞാൻ കായംകുളം സ്വദേശി. എന്റെ പേര് ഫുൾ നെയിം സിദ്ദിഖ് എന്നാണ്. ഓക്കെ, അപ്പോ സിദ്ധു ചേട്ടാ ആ, പറഞ്ഞോളൂ. കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, ഗോപ്സെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇല്ലടാ, പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ദിഖ്, അതായത് സിദ്ധി ചേട്ടൻ, പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ തരുമായിരുന്നു, കായംകുളത്ത് നിന്നാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാന് പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ, പുറത്ത് ഞാൻ അപ്പൊ മെഡിക്കൽ ഫീൽഡായിരുന്നു. റേഡിയോ ബഡായിലേക്ക് സ്വാഗതം. ഇനിയുള്ള എല്ലാ പ്രോഗ്രാംസിലും ഉണ്ടാവട്ടോ. വരാറുണ്ടോ ഇവിടെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ കുറച്ച് ടൈം ബിസി ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ക്ലബ് ഹൗസിൽ ഞാൻ അങ്ങനെ കയറാറില്ല. ഇന്നൊരു ഇച്ചിരി ഫ്രീ കിട്ടി, അങ്ങനെ കയറിയതാണ്. കേറിയതാണ്. ഓക്കെ. കിട്ടുന്ന ടൈമിൽ നിങ്ങളുടെ ക്ലബ്ബ് ഞാനിപ്പോൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കയറുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് സിദ്ധു ചേട്ടാ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു കവിതയൊക്കെ കേട്ടല്ലേ സുസമോ? അതെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ തന്നെ നല്ലൊരു കവിതയിലൂടെയാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. അതിന് നമ്മുടെ സിദ്ധി ചേട്ടനോട് വലിയൊരു അതെ, നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ അടുത്ത ശ്രോതാവിലേക്ക് പോകാം. അപ്പോ എന്താണ് സാമിയണ്ണൻ പാട്ട് പാടാൻ റെഡിയാണോ സാമിയണ്ണ? ഇങ്ങ ഒരു പാട്ട് പാടിയേ പറ്റൂ, സമ്മതിക്കില്ല ഇല്ലെങ്കിൽ. മിണ്ടണില്ല. மேல ஏறி வந்த உடனே சொன்ன முதல் விஷயமே அதுதான், பாட்டு மாத்திரம் பாட சொல்லாதீங்கன்னு. நான் தெரியாதைக்கு வந்து கயிறு അതെ. പാട്ടിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയത് ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. ഗ്രൂപ്പിൽ നല്ല ഒരു റൂമൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടിയത് അറിഞ്ഞു കേട്ടോ. ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണേ. ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ, താങ്ക് യു. யாரு நான் பாடினா? யாரு சொன்னாங்க அப்படி? അങ്ങനെ ചില അഭിമുഖങ്ങളൊക്കെ ഞാനും കേട്ടു. അഭിമുഖങ്ങളാണോ സത്യമാണോ എന്ന് സാമിയുടെ തന്നെ പറയൂ. பாடி இருப்பேன், ஏதோ வாய்ஸ் வரைக்கும் இருந்திருப்பாங்க, அவங்க எதுவும் தள்ளி சொல்ல மாட்டாங்கல்ல, அதனால பாடி இருப்பேன். ஞாபகம் இல்லை. நான் ஏதாவது ட்ரை பண்றேன், மத்தவங்க எல்லாம் பாடட்டும், நான் வரேன். അപ്പൊ സാമിയണ്ണന് കുറച്ച് സമയം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമയം എടുത്തോളൂ. അപ്പൊ സമയം എടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നല്ലൊരു പാട്ട് എന്തായാലും സെറ്റാകും എന്ന പ്രതീക്ഷയോട് കൂടി അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ആളായ രാഹുലേട്ടിലോട്ട് പോകാല്ലേ കോപ്സെ? യെസ്, രാഹുലേട്ടോ. എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കണ്ടില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴേക്കോ വന്നു പോയി, അങ്ങനെ കണ്ടുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്കിതായിരുന്നു, ആ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതിനിടയ്ക്കാണ് ഇപ്പൊ കയറിയത്. അപ്പൊ ഒരു പാട്ട് പാടാനുള്ള സമയമൊക്കെ ഉണ്ടോ? ഞാൻ പാട്ട് പാടണോ? പിന്നെന്താ, പാടിക്കോ. ഞാൻ പാടിയ ശരിയാവോ? പിന്നെ ശരിയാവുണ്ട്. കുഞ്ഞുട്ടി പാടുന്നോ പാടാം? ഞാൻ രാഹുലേട്ടൻ പാടി കഴിഞ്ഞിട്ട് പാടും. രാഹുലേട്ടാ, ആർക്കും അറിയാതെ കുറച്ച് സോങ്സ് ഒക്കെ വെച്ചിട്ടില്ലേ? ആരും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ രാഹുലേട്ടൻ പാടുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നേ. ആ ഒരു എന്താ പറയാ, ഒരു പഴയ മെലോഡി സോങ്സ് ഒക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച ആ സോങ്സ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. അത് പാടി പാടി ഇവിടെ ഉള്ള എല്ലാരും കേട്ടില്ലേ? നോക്കാം, ഞാൻ നോക്കാം. നോക്കണം. ഒരു ചെറിയ കവിത പോലത്തെ ഒരു പാട്ടാണ്, ഒന്ന് വിളിച്ചോളാം.
വലിയൊരു സത്രത്തിൽ അപരാന്ന വേള ഒരുമിച്ചു കൂടി പിരിഞ്ഞു പോകും വഴി പറയുക പറയുക കഥകൾ പറയുക കഥ പറഞ്ഞങ്ങനെ കഥകളായി മാറുമ്പോൾ അറിയുക അതിലൊരു കഥയില്ലെന്നത്രേ കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കുമെന്നറിയുക ആഴമില്ല ഒരു സമുദ്രത്തിനും കഥയും മമ കഥകളതി സാദരം കഥകളതി സാദരം. താങ്ക് യു. എന്തേലും അടിപൊളിയായിരുന്നു. എനിക്കറിയാം രാഹുലിന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. നമ്മുടെ ഗ്രാമഫോണിലൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. അടിപൊളി. ആക്ച്വലി സൂസമ്മയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു ഗ്രാമഫോൺ ഞാനിപ്പോ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഞാനും സമയത്ത് നമ്മുടെ മുന്നേ നടന്ന ഷോയിൽ അത് പറയണം എന്നിങ്ങനെ ആലോചിച്ചു. ഞാനും ഒത്തിരി അധികം ആ ഷോയിനെ മിസ് ചെയ്യുന്നുണ്ട്, ഗ്രാമഫോൺ. അപ്പൊ ഒട്ടും വിഷമിക്കേണ്ട, ആ ഒരു ഗ്രാമഫോൺ വൈബ് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാല്ലേ. അപ്പൊ നമ്മുടെ പാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മുന്നിലുള്ള പാട്ടുകാരൊക്കെ എല്ലാവരും പിന്നല്ല. അപ്പൊ എന്തായാലും രാഹുലേട്ടനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്തത് ഞാൻ പാട്ടുപാടാൻ പോവാണ് സുഹൃത്തുക്കളെ. ഞാൻ പാട്ടുപാടാൻ പോവാണ്. ഇവിടെയും ഞാൻ വെറുപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കൈയടിക്കണ സുസ്മി ചേച്ചി മാത്രം കൈയടിച്ചു. അനാർക്കലിയിലെ പാട്ട് പറഞ്ഞേ. അനാർക്കലിയിലെ പാട്ട് ഞാൻ പിന്നീട് പാടാം. ഇവിടെ തന്നെ ഇരുന്നെല്ലാം ഇനിയും പാടിത്തരും. പറ്റിക്കണല്ല, ശരിക്കും പാടിത്തരും. ഇപ്പൊ ഞാൻ പാടാൻ പോകുന്ന സംജാവൻ പാട്ടാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ വെൽക്കം ബാക്ക്. അടിപൊളി. എന്റെ ഗോസേ അടിപൊളി കേട്ടോ. രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല നല്ല അടിപൊളി പാട്ട്. താങ്ക് യു. സൂപ്പർബാണ് കേട്ടോ, ഒരു രക്ഷയില്ല എന്റെ ഗോപ്സ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ. ഇത് മുന്നേ ഒരിക്കൽ ഗോപ്സ് പാടിയിട്ടുണ്ട്, അപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അധികം എന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. അതാണ് ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് ബാക്ക് എൻഡിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ റിപ്ലൈ തരാം. ഓക്കെ, അപ്പൊ അടുത്തത് ആരാ അവിടെ പാടാൻ റെഡി ആയിട്ടുള്ള? അടുത്ത നമ്മുടെ സിദ്ധു ആണ്. സിദ്ധു മൈക്കൊക്കെ മ്യൂട്ട് നിൽക്കുവാണോ മിസ്റ്റർ? നമസ്കാരം. നമസ്കാരം. നമസ്കാരം സിദ്ധു. അപ്പോ ഏത് പാട്ടാണ്, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട, എന്നാൽ ഞാൻ ട്രൈ ചെയ്യാത്തൊരു പാട്ടാണ്. അത് പാടി കൊളാക്കും. ഇപ്പോൾ കുഞ്ഞുകുട്ടിയൊക്കെ പാടി അടിപൊളിയാക്കി കേൾക്കുമ്പോൾ ഞാൻ പാടി കൊളാക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ പാടിക്കോളൂ. അതെ അതെ, ഞാൻ പറയാൻ മറന്ന പരിഭവങ്ങളൊന്ന് ട്രൈ ചെയ്യാണ്. ഓക്കെ. പറയാൻ മറന്ന പറയാൻ മറന്ന പറയാൻ മറന്ന പരിഭവങ്ങൾ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായ മിഴികളോക്കി സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവു പോൽ വിവശനായി പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായ മിഴികളോക്കി. കഴിഞ്ഞ മോനെ, വാ തുറന്ന കച്ചറയാണെങ്കിലും പാട്ട് പാടുമ്പോ ഇങ്ങനെ ഒരു പുലിയാട്ടോ. അടിപൊളി അടിപൊളി. മിണ്ടടോ മിണ്ടടോ. ഞാൻ എന്നെ നന്നത് പറയണോ മോശം പറയണമെന്ന് അറിയില്ലേ, അതുകൊണ്ട് മിണ്ടാതിരുന്നയാ. ഇല്ല, കാര്യമായിട്ട് അടിപൊളിയായിട്ട് ആരും നല്ല ഫീലോട് കൂടി ആ സംഗതികളൊക്കെ നല്ല രീതിക്ക് പാടി. അടിപൊളിയായിരുന്നു. അതാണ് നമ്മളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും നമ്മുടെ സിദ്ധു ഇങ്ങനെ മ്യൂട്ടൊക്കെ അല്ല അതല്ല, കുഞ്ഞോട്ടി എന്താ എന്നെ പറയാന്ന് എനിക്ക് ഒരു പിടുത്തമില്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്ന. ഞാൻ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ നല്ല എനിക്കറിയാം. അതെ അതെ, നമ്മൾ ബ്ലിങ്ക് ആണ് സിദ്ധു. ഒത്തിരി സന്തോഷം. എന്നാ
ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സന്തോഷം. സോ മച്ച്. സിദ്ധു എവിടെയും പോണ്ട. ഇനി അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചോ. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും വരാം കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞാ പോരാ, ഇവിടെ കാണണം, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു വരുത്തും. ഓക്കെ. അപ്പോ അടുത്തത് നമ്മുടെ രവി ചേച്ചിയാണ്. ഹായ് ചേച്ചി. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഗുഡ് ഈവനിങ്. ഈവനിങ്. അപ്പൊ ഞാൻ ഗുഡ് ആദ്യമായിട്ടാണ് ഈവനിങ്. ചേച്ചിനെ കാണുന്നതെന്ന് തോന്നുന്നു അതെ ഇവിടെ. അത് ആയിരിക്കാം. എന്ന് വെച്ചാൽ ഞാനും ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ കയറുന്നേന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഗോപ്സ് പാടിയ സൂപ്പർ പാട്ട്, താങ്ക് യു സോ ബ്യൂട്ടിഫുൾ. മച്ച്. അതെ, നന്നായി പാടിയ, വളരെ മനോഹരം. താങ്ക് യു. അപ്പൊ ചേച്ചിനൊന്ന് പരിചയപ്പെടുത്തു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ട്രിവാൻഡ്രം, പ്രോപ്പർ ട്രിവാൻഡ്രം കാര്യമാണ്. സാധാ ഒരു ഹൗസ് വൈഫ്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഒന്നുമില്ല. ഒരു പാട്ട് പാടാം. അതാണ്. ഓക്കെ, മലയാളം ആയിക്കോട്ടെ. ഓക്കെ. നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ, മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ, നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ, മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ, വിരഹ നൊമ്പര തിരിയിൽ പൂവ് പോൽ വിടർന്നൊരു നാളം എരിഞ്ഞു നിൽക്കുന്നു, നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ, മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ, ഋതുക്കളോരോന്നും കടന്നു പോകലിൻ സ്വനം കാതിൽ പതിഞ്ഞു കേൾക്കവേ, വെറുമൊരോർമതൻ കിളുന്ന തൂവലും തഴുകി നിന്നെ കാത്തിരിക്കയാണു ഞാൻ, വെറുമൊരോർമതൻ കിളുന്ന തൂവലും തഴുകി നിന്നെ കാത്തിരിക്കയാണു ഞാൻ, നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ, മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ, നിമിഷപാത്രങ്ങൾ ഉടഞ്ഞു വീഴുന്നു, നിറം മധുമണ്ണിൽ ഉതിർന്നു മായുന്നു, അലിഞ്ഞലിഞ്ഞ പോ അരിയ ജന്മമായി പവിഴ ദ്വീപിൽ ഞാൻ ഇരിപ്പതെന്തിനോ, അലിഞ്ഞലിഞ്ഞ പോ അരിയ ജന്മമായി പവിഴ ദ്വീപിൽ ഞാൻ ഇരിപ്പതെന്തിനോ, നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ, മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. താങ്ക് യു. അടിപൊളി, ബ്യൂട്ടിഫുൾ ചേച്ചി, ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ട് പാടിട്ടോ. Thank you so much. ഞാനൊക്കെ ഇതുവരെ അങ്ങനെ അധികം കേൾക്കാത്ത പാട്ടുകൾ ശരിക്കും ഇത് കേൾക്കുമ്പോൾ 83-ല് ഇത് സൂപ്പർ 83-ല് പാട്ടാണ്, മൈ ഫേവറേറ്റ്. ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. അതെ നല്ല ഭംഗിയോടുകൂടി തന്നെ രവി ചേച്ചി പാടിയിട്ടുണ്ട്. ഒത്തിരിയധികം സന്തോഷം. താങ്ക് യു. അപ്പൊ ഇനിയും പാടുക, ഇവിടെ തന്നെ ഇരിക്കുക. പാട്ടുകാർക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അതാണ്. അതെ, ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കട്ടെ പാട്ടുകാർ. രതി ചേച്ചി സൂപ്പർ ആയിട്ടോ. രതി ചേച്ചി ഹായ്, സൂപ്പർ. താങ്ക് യു. അപ്പൊ താഴെയുള്ള എല്ലാവരും തന്നെ കയറി വരിക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പാടാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാട്ടുകാരായ സുഹൃത്തുക്കളെ എല്ലാരെയും പിങ് ചെയ്ത് കൊണ്ടുവരിക. പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരെയും പിങ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ എന്തായാലും രതി ചേച്ചി ഇനി മുതൽ എല്ലാ പരിപാടികളും ഫ്രീ ആകുമ്പോഴൊക്കെ കയറാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ സുസ്മി ചേച്ചി, യെസ്, എനിക്ക് വയ്യ, ഒരു പാട്ടുകാർക്ക് വേണ്ടി ഒരു റൂം ഇട്ടപ്പോ കണ്ടാ
ഓളം അതാണ്. സംഗീത വിരുന്നൊരുക്കി കഴിഞ്ഞാൽ എല്ലാവരും കേറി വരും. പാട്ടിന്റെ അപ്പൊ ഒരു പവറേ. അതാണ്. ഓക്കെ. എന്താ ഓരോ പാട്ടും നല്ല മികവോട് കൂടിയാണല്ലേ, നല്ല ബൂസ്റ്റിംഗ് ആണ് നമ്മൾ ആർജീസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനി അടുത്തത് ആരാണ് നമ്മുടെ കൂടെ പാടാനുള്ളത് ഇവിടെ? കില്ലറാണോ? കില്ലർ. യെസ്. ഹായ് ഓ മൈ ഗോഷ്, കൊല്ലാൻ വന്നാണോ? ഏയ് നോ അല്ല, പാവാണ്. പാട്ട് പാടിക്കൊല്ലോ? ഇല്ല ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. എന്തായാലും കില്ലറിനെ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. റേഡിയോ ബഡായിലേക്ക് ആദ്യമായിട്ടാണോ? ആണെന്ന് തോന്നുന്നു. അതാണ്. അപ്പൊ വെൽക്കം ടു റേഡിയോ ബഡായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. തൃശ്ശൂർ നിന്നാണ്. ഓക്കെ, അപ്പോ ഒരു പാട്ടൊക്കെ പാടിയാലോ? ആ ഓക്കെ. അതാണ്. രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ, നാം തുഴഞ്ഞ നീർക്കൊതുമ്പിൻ കോമൽ പടിയിൽ നീ പറഞ്ഞ തേൻ കഥകൾ പാടേ മറന്നോ, വിളി കേൾക്കുമെങ്കിൽ പൊന്നേ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും വാനം ചായും തീരം താരാട്ടും കാലം മൂടും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴിമൂടുമി നേരം ഇരുൾ വീശുമി നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും താങ്ക് യു. യാ മോനെ, എന്തൊരു ഫീലായിരുന്നു. അടിപൊളി. അയ്യോ, ഇത് രാഹുലേട്ടൻ കേട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നേ. താങ്ക് യു സോ മച്ച്. ബൈ കില്ലറിന്റെ പേര് ഞാൻ ചോദിച്ചില്ലായിരുന്നു. എന്തായാലും കില്ലർ സിംഗിങ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. യുനോ ഹരീഷ് രാമകൃഷ്ണൻ പുള്ളിയുടെ കീഴിലാണ് പഠിക്കുന്നതാണ്. ആക്ച്വലി മ്യൂസിക് ടീച്ചറാണ്. ആഹാ, അടിപൊളി അടിപൊളി. ആ ഫീലൊക്കെ എന്ത് രസമായിരുന്നു. അടിപൊളി. അപ്പൊ ഇനിയും ഞങ്ങക്ക് പാട്ട് പാടി തരും കേട്ടോ. ഓൾവേസ് വെൽക്കം. ആണ്. എല്ലാവരോടും നേരത്തെ ബ്ലിങ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ സുസ്മി ചേച്ചി, എന്തായാലും നല്ല മുഴുകിയിരിക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. ഞാനും ബ്ലിങ്കിങ് അധികം ശ്രദ്ധിച്ചില്ല, ആ പാട്ടിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും എന്താ ഈവനിങ് നല്ലൊരു വൈബ് കേട്ടോ. പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു വൈബ് ഇങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒത്തിരിയധികം സന്തോഷം കില്ലർ. അപ്പോ നമുക്ക് അടുത്തയാളേക്കും ഒരാൾ പോകാം. നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുമേഷ് ഏട്ടൻ. ഓക്കെ, ഇതാ തുമീത്ത് മാമൻ, നമ്മുടെ കുഞ്ഞുട്ടിയുടെ തുമീത്ത് മാമൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യേണ്ടതാണ്. എന്റെ തുമേത്ത് മാമൻ. ഞാനിവിടെ ഒരു സൈഡിലുണ്ട് ബ്ലിങ്ക്. അങ്ങനെ പറയാൻ പാടില്ല, ഒരു പാട്ട് പാടണം. അല്ല, ഇങ്ങേര് ചില ഗ്രൂപ്പിലൊക്കെ പാടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാടിയിട്ട് പോയാൽ മതി മിസ്റ്റർ. നമുക്കൊന്നും പാടിത്തരില്ലല്ലോ. തുമേത്ത് മാമ ഒരു പാട്ട്, ചെറുതായിട്ടൊരു പാട്ട്. നല്ല സിംഗേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലായിടത്തും പോയിട്ട് പോവാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റേഡിയോ ഇവിടെ ഒരു സ്വന്തമല്ലേ. അങ്ങനെ പറഞ്ഞങ്ങൾ ഒഴിവാവാൻ നോക്കുവാണല്ലേ കൊച്ചു കള്ളൻ.
എനിക്ക് പിന്നെ നമ്മുടെ എന്താ പറയാ ബെസ്റ്റ് ലിസണർ ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇത് പ്രമാണിച്ച് നമുക്ക് ആവശ്യം അല്ലേ? അംഗീകരിച്ചു കൊടുത്തേക്കാം. അപ്പൊ കുറച്ച് റേഡിയോയുടെ സമയം കൊടുക്കാം സ്വന്തം അല്ലേ? അതെ, സുമേഷ് അവിടെ ഇരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ അടുത്തയാളിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത് നമ്മുടെ റഫീഖ് ആണല്ലേ, റഫീഖ് അബ്ദുള്ള. യെസ്. ഇക്ക കേൾക്കുന്നുണ്ടോ? യെസ്, റഫീഖ്. കേൾക്കാം. യെസ്. ഇപ്പൊ റഫീഖ് ആദ്യമായിട്ടാണോ റേഡിയോ ബഡായിലേക്ക്, അതോ സ്ഥിരം വരാറുള്ളതാണോ? ഞാൻ ഇതിനു മുമ്പ് 1-2 തവണ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഫ്രീ ആവുമ്പോഴൊക്കെ ഇനിയും വരിക. ഓൾവേസ് വെൽക്കം ടു റേഡിയോ ബഡായി. ഓക്കെ, താങ്ക് യു. എവിടെ നിന്നാണ് വരുന്നേ? ഞാൻ എൻ്റെ നാട്ടില് കണ്ണൂരാണ്. ഇപ്പൊ പുറത്താണോ, നാട്ടിലില്ലേ? പുറത്താണ്. ഞാൻ US ലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പോണു ഇന്നത്തെ ദിവസമൊക്കെ? ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. ഏർലി മോർണിംഗ്. ഓക്കെ ഓക്കെ, ഏർലി മോർണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് തുടങ്ങിയാലോ ഇന്നത്തെ ദിവസം? ഓക്കെ, ട്രൈ ചെയ്യാം. പാട്ടൊന്നും അറിയില്ല. അല്ലിയാമ്പൽ കടവിലും നരക്കുവെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊടുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ട് മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊടുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാട് പൂത്തല്ലോ ഞാവൽ കാവഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. കാട് പൂത്തല്ലോ ഞാവൽ കാവഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം
നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ റഫീക്ക, നന്നായിട്ട് പാടിട്ടോ. മൈ ഗോഡ്, അതെ, താങ്ക് യു. ഒരു രക്ഷയില്ല. എവർഗ്രീൻ സോങ് ആണ് അത്. ഏത് കാലഘട്ടത്തിൽ എപ്പോ പാടിയാലും ആളുകളുടെ മനസ്സ് കവരുന്നൊരു സോങ് ആണ് നമ്മുടെ റഫീഖൊക്കെ ഇപ്പൊ പാടിയിട്ടുള്ളത്. ഒത്തിരി അധികം സന്തോഷം. താങ്ക് യു. എല്ലാ താങ്ക് യു സോ കുട്ടി മച്ച്. താഴെ നല്ല ബ്ലിങ്കിങ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു പാടി. അതെ അതെ. ഓക്കെ, താഴെയുള്ളവരും കേറി വരാട്ടോ. ദേ നമ്മുടെ റേഡിയോ ബഡായുടെ സ്വന്തം ധനഗായകനൊക്കെ വന്നിട്ടുണ്ട്. തുമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നൊക്കെ പറഞ്ഞാണ് വന്നിട്ടുള്ളത്. കേറി വായോ മിസ്റ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് റഫീക്ക. അപ്പോ വെൽക്കം ബാക്ക്, യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ ബഡായി പാട്ടുകാരെ ഇതിലെ വിത്ത് ആർജെ ഗോപ്സ് ആർജെ സുസ്മി. അപ്പൊ 100th ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ പാട്ടുകാർക്കും, പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ പാട്ടുകാരനെ എടുത്ത് പറയാനായിട്ട് നമ്മളെല്ലാവരും പാട്ടുകാരാട്ടോ. ഇപ്പൊ ഈവൻ ബാത്റൂമിൽ പോയി ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടെങ്കിൽ പോലും നമ്മള് പാട്ടുകാരനാണ് അല്ലെങ്കിൽ പാട്ടുകാരിയാണ്. ആക്ച്വലി എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട്, എല്ലാവരും ലൈക്ക് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മള് വെറുതെ നടക്കുമ്പോൾ ഒരു ബോറടിക്കുമ്പോഴാണെങ്കിലും വെറുതെ മൂളിക്കൊണ്ടെങ്കിലും നടക്കാറുണ്ട്. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഓരോ ഗായകരും അല്ലെങ്കിൽ ഗായകൻ അല്ലെങ്കിൽ ഗായികയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും മടിക്കാണ്ട് കയറി വന്നോളൂ, പാടിക്കോളൂ, അതുപോലെ തന്നെ എല്ലാരെയും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോയാലോ? അതെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സ്വന്തം ആള് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഈ ശ്രീകുട്ടിയാണ് ഒരു അടുത്തത്. പാട്ടുകാരിയുടെ മണം. എന്റെ ഗോപേ. അപ്പൊ ശ്രീലക്ഷ്മി എന്തോ എന്താണ്, എവിടെയോ പോയി വീട്ടിൽ തിരിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എത്തിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എവിടെയാണെന്ന് പോയത്? എക്സാം ആയിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാം. എനിക്ക് വയ്യ. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ വളരെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് പോന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് അങ്ങോട്ട് കാച്ചാം. അതെ. അപ്പൊ പച്ചക്കട എന്തെങ്കിലും എന്റെ ഇടയ്ക്ക് തൊണ്ട ഇടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇച്ചിരി പ്രശ്നത്തിൽ ഇരിക്കുന്നാലും എന്തെങ്കിലും പ്രശ്നമില്ല. चाहे तुम कुछ ना कहो, मैंने सुन लिया के साथी प्यार का मुझे चुन लिया मैंने सुन लिया. पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ऐ दिले बेकरार, मेरे दिले बेकरार, तू ही बता. पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ऐ दिले बेकरार, मेरे दिले बेकरार, तू ही बता. पहला नशा पहला खुमार, उड़ता ही फिरूं इन हवाओं में कहीं, या मैं झूल जाऊं इन घटाओं में कहीं, उड़ता ही फिरूं इन हवाओं में कहीं, या मैं झूल जाऊं इन घटाओं में कहीं, एक कर तो आसमान जमीन, क्या बयाना क्या करूं क्या नहीं. पहला नशा पहला खुमार, नया प्यार है नया इंतजार,
कर लूं मैं क्या अपना हाल, है दिले बेकरार, मेरे दिले बेकरार, तू ही बता, तू ही बता। മോളെ പൊളിച്ച് 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 അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഗാനം. ഫീലല്ലേ ആ പാട്ടൊക്കെ കേട്ടപ്പോ ശരിക്കും. എനിക്ക് പിന്നല്ല ഓർമ്മ എന്താ അറിയോ, എന്റെ ആനുവൽ ഡേ ഒക്കെയാണ്, അതില് ഈ കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പാട്ടിന്. അടിപൊളി. എനിക്കും ഏകദേശം ഈ ഒരു ഫീലൊക്കെ ആട്ടോ വന്നത്. അതായത് നല്ലൊരു കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോ ഈ പാട്ട് കേട്ടാലും നല്ലൊരു കാറ്റ് വീശുന്ന ഒരു ഫീലാ. വളരെ മെലോഡിയസ് ആയിട്ട് തന്നെ നമ്മുടെ ശ്രീലക്ഷ്മി പാടി കിടു കിടു. ഒരു രക്ഷയില്ല. എനിക്ക് താങ്ക് യു സോ മച്ച്. അപ്പൊ അടിപൊളി. അപ്പൊ അടുത്ത പാട്ടിന് റെഡി ആയിരുന്നോളൂ. എന്തായാലും ഒരു കുഴപ്പമുണ്ടായില്ല, ഇടർച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സോങ്. അടുത്ത ആള് നോക്കിക്കേ, അടുത്ത ആളാരാ? അത് തന്നെ ഇല്ലേ? നോക്കട്ടെ ട്ടോ, ഒന്നുകൂടി നോക്കട്ടെ. അതെ, ഞാനും ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ 3 തവണ വിളിക്കാൻ ഞാനും റെഡി ആയിട്ടുണ്ട്. അതാണ് കുട്ടിക്കുറുമ്പനാണ്, കുട്ടിക്കുറുമ്പൻ. സമ്മതിക്കോ? ഒന്നേ അതെ, സമ്മതിക്കോ? നമസ്കാരം. സമ്മതിക്കോ? സമ്മതിക്കോ? ഇതിപ്പോ 3-ൽ കൂടുതലായിട്ടുണ്ട്, രണ്ടുപേരും കൂട്ടിയത്, വിളിക്കുന്ന കൂട്ടിയിട്ട്. ആ വന്നു വന്നു വന്നു. ഹലോ ആ ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ആർക്കാണ് ഈ ഹൃദയം കൈമാറുന്നത്? എനിക്ക് ആർക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നിനക്ക് ആരും തരുന്നില്ല, അപ്പൊ കുട്ടൻ മിണ്ടാതിരിക്കാം. എനിക്ക് താഴത്തുള്ള സമ്മതി- അതൊന്നു. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ കൈയാണത്, എന്റെയും വൈഫിന്റെ. ഓ അങ്ങനെ എനിക്ക് വയ്യ. അത് രണ്ട് വൈഫ് ഹൃദയം അടുത്തുണ്ടാവും. ഒന്നായതിന്റെ ഒരു സിമ്പലാണ് നമ്മുടെ ചോദിക്കണ്ടായിരുന്നു, നമുക്കൊന്നും തരില്ല. ഗോംസ് ഓക്കെ, അപ്പൊ ഗോംസ് സമ്മതി. വൈഫ് അടുത്തുണ്ട്, അതാണ് അങ്ങനെ. ആ എനിക്ക് എപ്പോഴേ തോന്നി. അപ്പൊ സമ്മതിക്കുള്ള വൈഫിന് വേണ്ടിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കോ. പാട്ടോ? ആ പാട്ട്, മ്യൂസിക് മ്യൂസിക് നിർബന്ധമാണോ? നിർബന്ധാണ്. ചെറുതായിട്ട് നിർബന്ധിക്കും. ഓക്കേ, ശ്രമിച്ചു നോക്കാം, കളിയാക്കരുത്. അങ്ങനെ ഞങ്ങൾ ചെയ്യോ? അതാണ് പോരട്ടെ. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള പാട്ട് പാടാം. കുറച്ച് കാർഡിയോ. വന്നോട്ടെ അരേ സോണിയ. കാർഡിയായിട്ടുള്ള ഞാനിവിടെ പോകുന്നു, തലറങ്ങി വീഴുമ്പോണ്ടായിരുന്നു ശ്വാസം ഓ കിട്ടാൻ. വേണ്ട, കുഞ്ഞി പാട്ട് മതി, പാടിക്കോളൂ. ഓക്കെ ഓക്കെ, കുട്ടിക്ക് വേണ്ടി കുട്ടിപ്പാട്ട് പാടാം. ഓക്കെ. ഓക്കെ. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ പുല്ലാങ്കുഴൽ നാം. മതിയോ? മനോഹരം, അടിപൊളി. എനിക്ക് വേണ്ടി പാടിയതാ കൊച്ചു കള്ളൻ. സമ്മതിക്ക, അടിപൊളി അടിപൊളി. അതാരാണ് അതിന്റെ ഇടക്ക്? സിദ്ധു. ഐ എം കമ്മിങ്. അപ്പൊ എന്തായാലും എന്റെ സമ്മതിക്കൊക്കെ വേണ്ടി ഈ പാട്ട് ജസ്റ്റ് ഈ ഒരു 4-5 വരെ ഞാൻ പാടാട്ടോ. ഓക്കെ. മഞ്ഞും മണിത്തിന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ
പുല്ലാങ്കുഴൽ നാദമാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂലം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. അതിന്റെ ബാക്കി പാടും. ഐ അത്രയൊക്കെ മതി. ബാക്കി ഞാൻ പാടും. എന്നാ പാടിക്കോ. ഓക്കെ. പുല്ലാനികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെയാകും വരെ കുഞ്ഞാടുകൾക്ക് നാം കൂട്ടായി നിൽക്കാം ഇടയന്റെ വരവായി നീ പുല്ലാങ്കുഴൽ നാദം. ബാക്കി പാട്. ഹലോ, ഗോപ്സ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അത്രയും മതി, ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകൾ ആ വരിയും ഈ വരിയും മാറി മാറി കൈമാറി പാടിയ സ്ഥിതിക്ക് നല്ലൊരു വൈബ് തന്നെയായിരുന്നു അല്ലെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള അതാണ്. അപ്പൊ സമദുക്ക, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സോങ്. താങ്ക് യു. അപ്പൊ സമദുക്കയുടെ ഉള്ളിലുള്ള ആ ഒരു കലാകാരനെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വെറുതെ വിടില്ല. വിടരുത്. നല്ല ഇടിയിരിക്കണം കാണുമ്പോ. ഒരിക്കലുമില്ല. കാണുമ്പോ നല്ല കല്ല് വലിച്ചെറിയണം കേട്ടോ, ഈ വൃത്തികൾ കാണിച്ചതിന്. ഇല്ല സമദുക്ക, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഇനിയും ഇതുപോലൊരു പാട്ടെടുത്ത് വെച്ചോളൂ അല്ലേ ഗോപ്സെ? ഓക്കെ. അപ്പോ അടുത്തത് നമ്മുടെ റിജിൻ ചേട്ടനാണല്ലേ? അതെ. ഹലോ റിജിൻ. ഹായ്. വെൽക്കം ടു റേഡിയോ ബഡായി, പാട്ടുകാരി ഇതിലെ. യാ ഓക്കെ. അപ്പോ റിജിൻ ആദ്യമായിട്ടാണോ നമ്മുടെ ഷോയിൽ വരുന്നത്? ഞാനിതിൽ വന്നിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ. ശ്രീജേഷേട്ട ഇപ്പൊ വിളിച്ചിട്ട് വന്നാണ്. അതാണ് സ്നേഹം, ഒത്തിരി അധികം സ്നേഹം വന്നതിന്. അപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഫോളോ ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ റേഡിയോ ബഡായി? അതെ അതെ അതെ. ഒത്തിരി സന്തോഷം. എവിടെ നിന്നാണ് റിജിൻ വരുന്നത്? ഞാൻ കാലിക്കറ്റ് ഫറൂഖിലാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്ക് കോച്ചിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇന്ന് എന്താണ് ഇവിടെ പാടാൻ പോകുന്നത് നമ്മുടെ ഷോയിൽ? ഞാനൊരു തമിഴ് സോങ് പാടാൻ വെച്ചിട്ടാണ്. പാടട്ടെ? ധൈര്യമായിട്ട് പാടിക്കോ. எங்கேயும் காதல் விழிகளில் வந்து ஒவ்வொன்றும் பேச, வெண்கால சாரல் முகத்தினில் வந்து சற்றென்று மோத, பொல்லாத பாடல் பரவசம் தந்து பாடத்திலோட, முதல் வரும் காதல் மண்ணில் 300 ஆண்டு வாழும் காதல் இன்னும் தேனே, கடல் அலைகளில் காணும் நீளம் நீயே, வானே வண்ணமீனே, மழவையில் என்ன நான்கு காலம் நீயே, கடற்கரையில் அதன் மணல் வெளியில் காற்றோடு காற்றாக பல குரல்கள் பல பல விரல்கள் தம்மை பதிவு செய்திருக்கும்,
விடியலிலும் நடு இரவினிலும் இது ஓயாதே ஓயாதே. சிரிப்பினிலும் பல சினங்களிலும் மிக கலந்து காத்திருக்கும். ஓ பார்க்காமல் கொஞ்சம் பேசாமல் போனாலும் உள்ளம் தாங்காது தாங்காதே. கண்கள் தான் பின்பு தூங்காதே. எங்கேயும் காதல் விழிகளில் வந்து ஒவ்வொன்றும் பேச, வெண்கால சாரல் முகத்தினில் வந்து சற்றென்று மோத, பொல்லாத பாடல் பரவசம் தந்து பாடத்திலோட, முதல் வரும் காதல் மண்ணில் 300 ஆண்டு வாழும். அடம் பிடிக்கும் இது வடம் இழுக்கும் யார் சொன்னாலும் கேட்காதே. தர மறுக்கும் பின் தலை கொடுக்கும் இது புரந்து தீர்த்திடுமே. முகங்களையோ உடல் நிறங்களையோ இது பார்க்காதே பார்க்காதே. இரு உடலில் ஓர் உயிர் இருக்க அது முயன்று பார்த்திடுமே. யார் யாரை எங்க நேசிக்க நேர்ந்தாலும் அங்கே பூந்தோட்டம் உண்டாகும். பூச்சென்றாய் பூமி தீண்டாடும். எங்கேயும் காதல் விழிகளில் வந்து ஒவ்வொன்று பேச, வெண்கால சாரல் முகத்தினில் வந்து சற்றென்று மோத, பொல்லாத பாடல் பரவசம் தந்து பாடத்திலோட, முதல் வரும் காதல் மண்ணில் 300 ஆண்டு வாழும் காதல் என்னும் தேனே. கடல் அலைகளில் காணும் நீளம் நீயே. வானே வண்ணமீனே மழவையில் என்ன நான்கு காலம் നീയേ. താങ്ക് യു. അടിപൊളി. ഇതൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സുജിൻ. താങ്ക് യു. ഒരു അടിപൊളി സോങ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പൊ സുസ്മി ചേച്ചി, യെസ്, നല്ല ഫ്ലോയിൽ തന്നെ നമ്മുടെ റീജിയൻ അത് പാടി തരുകയും ചെയ്തു. താങ്ക് യു എന്താ ചേച്ചി. പറയാ, താങ്ക് യു സോ മച്ച്. എന്റെ സ്കൂൾ കാലൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു ഈ സോങ് ഹിറ്റ് ആയിരുന്നു. എപ്പോഴും എവിടെ ചെന്നാലും ഏത് ഫംഗ്ഷൻ ചെന്നാലും ഈ സോങ് കേൾക്കായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി അധികം സന്തോഷം. എങ്കേയും കാതൽ അതാണ്. അതെ ഇങ്ങേയും കാതൽ. അതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും വരിക കേട്ടോ ഇടക്കിടക്ക് ഇതേപോലെ ഓക്കെ പാട്ട്. ചേച്ചി. ഷോ ഏതാണെന്നൊന്നും നോക്കണ്ട. പക്ഷെ ഞാൻ ചേച്ചിന്നല്ല, ആ കുട്ടിയെ ചേച്ചി വിളിക്കണ്ട, അത് കുട്ടിയാ, കുഞ്ഞുട്ടി, പഠിക്കുന്ന കുട്ടി. ശരി ശരി. പോടെ കള്ള. അപ്പൊ എന്തായാലും താഴെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കയറി വരാം. പാട്ടുകാരെ ഇതിലെ പാട്ടുകാരായ എല്ലാ ഉണ്ണികൾക്കും, പാട്ടുകാർ മാത്രമല്ല എല്ലാ ഉണ്ണികൾക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ ബഡായി പാട്ടുകാരെ ഇതിലെ. കൂടെ ഞാൻ ആർ ജി ഗോപ്സ്, എന്റെ കൂടെ ആർ ജി സുസ്മി ചേച്ചിയാണുള്ളത്. അപ്പൊ അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. സുനിൽ ചേട്ടൻ, ആഹാ, കാണുമ്പോ തന്നെ ഒരു പാട്ട് പഠിക്കാൻ തോന്നുന്നു. അല്ല, ഒന്ന് റീഫ്രഷ് ചെയ്തേ, അടുത്തത് നമ്മുടെ അയാസ് ആണെന്നാണ് ഇതൊക്കെ ഇപ്പൊ ശരിയാ. ഇപ്പൊ വരാട്ടോ. അപ്പൊ സുനിൽ ചേട്ടാ, അയാസ് ഇവിടെ പാട്ട് പാടാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അയാസ് ഇപ്പൊ ബാക്ക് ചാനലിൽ മെസ്സേജ് വന്നേനെ, എന്നെ ഒഴിവാക്കിയില്ലേ, എന്നെ വിട്ടു. അതാണ്, അയാസ് നമ്മുടെ സ്വന്തം അപ്പുകൂട്ടനല്ലേ. അപ്പുകുട്ടാ, എന്താണ് കുട്ട പോടെ കള്ള. അപ്പൊ ഒരു പാട്ട് പാടിയാലോ? പാടാലോ, പാടട്ടെ. അടി ഒരെണ്ണം പാടട്ടെ. എത്രയോ ജന്മമാ നിൻമുഖമിതു തേടി ഞാൻ, എന്റെയായി തീർന്നതാം നമ്മളിലൊന്നായി. എന്നും നിൻ കൂടെയാ നീയനതുപോലെ നീ എന്നും
നീ കാണുവതില്ലെന്നു സഖിനിൻ ഒരു ആടി പ്രണയിത ഗാനം. അകലയോ നീ അകലയോ വിടതരാതെന്തേ നീ പറയാമോ? ഹലോ, അന്താക്ഷരി കളിച്ചതാണോ? അടിപൊളി. സൂപ്പർടാ. ഞാൻ വിചാരിച്ചു നീ എന്നൊക്കെ പറഞ്ഞിട്ട് പാടിക്കോ അടുത്തത്. ഇനിയോ? ഇനി പാടണോ? കൊറേ ഫേവറേറ്റ് സോങ്സ് ഒന്നാണ് ഇത്. എപ്പോഴും കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട്. എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള പാട്ടുകൾ. വേറെ ഒന്നുണ്ട്, ഒരു 4 വരി പാടട്ടെ. അത് താഴത്തെ എനിക്ക് ഇഷ്ടം തോന്നി. എനിക്ക് പാടട്ടെ. തുള്ളിമഞ്ഞിൻ കയ്യിൽ തുള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാതകം നിർമണി തന്നിൽ നീറുകയാണോ നിറമാർന്നൊരി പകലിൻ മുഖം. എന്താ പറയാ, പാട്ടുകളുടെ നല്ലൊരു പാലാടി അയസിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള അയസ് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ടുകളിലൂടെ. പിന്നല്ല, അയ്യാസിന് എന്നാ സുമ്മാവാ, സെറ്റാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അയാസ്. വേണ്ട, താങ്ക് യു ഞാൻ പറയില്ല. നമ്മളൊക്കെ ഒരു കൂട്ടായ്മയല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ അടുത്ത ആളിലേക്ക് നമുക്ക് വേഗം തന്നെ പോവാം. എല്ലാരും ഇങ്ങനെ പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വൈകിക്കേണ്ട. ഫിദാൻ എന്നാണോ പറയാ? ശരിയാണോ ആവോ? ഹായ് 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 ഹായ്, ശരിയാണ് ശരിയാണ്. അതാണ്. ഫിദാൻ പുതിയ ആളാണോ എന്നൊരു സംശയം കേട്ടോ കോപ്സേ. അതെ, പുതിയ ആളാണ്. ഞാൻ റീസെന്റ് ഇപ്പൊ ഇന്നലെയായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തത്, പിന്നെയും കുറെ കാലങ്ങൾക്ക് ശേഷം. അപ്പൊ എന്തായാലും വെൽക്കം വേരിയബിളായി. അതെന്ന് തന്നെ പറയട്ടെ, മറ്റേ ഗോബുസ് പാടിയ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, കേട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞെ. അത് പിന്നെ വെറുപ്പിക്കുന്നതിനൊരു പരിധിയില്ലേടെ. നിർത്തിക്കലോ, ഞാൻ ഒന്നിച്ച് പാടുമായിരുന്നു. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക് യു താങ്ക് യു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഗൂഗിൾ പേ നമ്പർ കൊടുത്തായിരുന്നോ? എടാ പോടാ കള്ള. ഇതൊക്കെ റിയൽ ഫാൻസ് ആണ് മിസ്റ്റർ. അത് തന്നെ. പക്ഷെ എനിക്ക് വയ്യ, എന്നെ ഒന്ന് താഴേക്ക് വിളിച്ചെല്ലാരും. നമ്മള് കാശ് എടുത്ത ആൾക്കാരെ ഇറക്കണോണ്ട് തെറ്റിദ്ധാരണ. ഞങ്ങൾ ആരും ഇറക്കിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പൊ സുസ്മി ചേച്ചി ഫിദാൻ ചേട്ടനോടൊന്ന് സംസാരിച്ചേക്ക്. എനിക്ക് വയ്യ, ഞാൻ ഒന്ന് പോയി വെള്ളം കുടിച്ചിട്ട്. ചേട്ടനോ? എനിക്കല്ല അത്ര പ്രായമൊന്നുമില്ലട്ടാ. എനിക്ക് അത്രയ്ക്ക് ഇല്ലായിരുന്നു. അപ്പൊ ആരാണ് കുട്ടിയെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. ഫിദാൻ ചെറിയൊരു ഇൻട്രോ തരൂ. എവിടുന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഡിഗ്രി ഫ്ലോപ്പാണ്. ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ നാട്ടിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് കളിക്കുന്നു. അപ്പൊ കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചേട്ടാ പറയൂ പെങ്ങളെ. ഒന്നുമില്ല, സുസ്മി ചേച്ചി കണ്ടിന്യൂ. അതെ, അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ഫിദാൻ ഏത് പാട്ടാണ് ഇവിടെ പാടാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയൂ. അല്ല, അതിനെ കുറിച്ച് പാടിക്കോളൂ. പാട്ടിനെ കുറിച്ച് പറയുമ്പോ, പാട്ട് എല്ലാവർക്കും അങ്ങനെ എന്താ പറയാ, എല്ലാവർക്കും കഴിവുള്ള ആൾക്കാരല്ലേ പാടണ്ടേ. ഞാനൊക്കെ പാട്ട് പാടി വെറുതെ എന്തിനാ? അമ്പട പുളുസോ. ഞാൻ കേൾക്കാൻ വന്നതാ എല്ലാവരും പാട്ട്. അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്നെ ഈ റെക്കോർഡ് ഈ ഇതിലേക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ഇതാക്കിയപ്പോ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കേറിയെന്നേ ഉള്ളൂ. ഇപ്പൊ പാടണം, പാടി എനിക്ക് അയ്യോ. രണ്ടുപേരും പാടൂ. നീ കളിയാക്കരുതേ. ഇല്ല, പാടുന്നേ പ്ലീസ്. ഓക്കെ. മണിവൈരം മാണിക്യം മരതകവും നാണിക്കും മതിയഴകായി മേവുന്ന മതിമുഖിയാള്, അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. പോരെ? മോനെ
ഇനി ഇപ്പൊ പോയാ പാടൂല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. ആക്ച്വലി ഈ പാട്ട് ഞാൻ ആദ്യം ലൈക്ക് ഇത്രേ പാടിയിട്ടുള്ളൂ ട്ടോ. എനിക്ക് അതിൽ കൂടുതൽ പഠിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. സംഭവം എന്റെ നാത്തൂനാവാൻ പോകുന്ന ആള് എനിക്ക് സജസ്റ്റ് ചെയ്ത പാട്ടാ. അതുപോലെ തന്നെ ഇക്കാക്കയും കൂടി രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് ഈ ഒരു പാട്ട് നീ പാടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ 2-3 ദിവസം അത് കേട്ടു. പക്ഷെ ഒരു പേടി, ഞാനത് ഹൈ പിച്ചിലേ പാടത്തുള്ളൂ. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഈ പാട്ട് ശരിക്കും ഒരു സ്പെഷ്യൽ കുറച്ച് സോങ്. വരുന്ന പരിപാടി ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്. പി.കെ. ആ ഡയലോഗ് എന്ന് പറയും. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? താങ്ക് യു. ആ ഡയലോഗ് എല്ലാരും പറഞ്ഞു. നിർബന്ധിച്ച സ്ഥിതിക്ക് കുഞ്ഞുട്ടി എന്ത് പറയുന്നു? ലിറിക്സ് ഒക്കെ ഞാൻ മറന്നുപോയി. 4 വരി തന്നെ പാടത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അത് വേറെ കാര്യം. ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. എന്താവും എനിക്കറിയില്ല. ഇതിന്റെ ലിറിക്സ് ഒക്കെ വിട്ടിരിക്കുകയാണ്. ഓക്കേ. അപ്പൊ എല്ലാരും കട്ട വെയിറ്റിംഗിലാണ്. ഗോപ്സിത വരികൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മണിവേരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകാളേറുന്നു മതിമിഴിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാല്. പോരെ. പൊളിച്ചേ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി അടിപൊളി. ശരി കുറച്ച് ശരി. താഴത്തേക്ക് പോട്ടെ, മുകളിലേക്ക് പോലെ കുറച്ച് താഴത്തേക്ക് ഞാൻ വന്നു. വരുന്നു. വിളിച്ചോ. ഓക്കെ. ഒരു രക്ഷയില്ല. എന്താ പറയാനാ. ഫിദാൻ ഒത്തിരിയധികം നന്ദിയുണ്ട്. ഫിദാൻ നല്ല കിടുവായിട്ട് പാടി. അതിനുശേഷം നമ്മുടെ ഗോപ്സു ആ പാട്ട് പാടി മനോഹരമാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു വൈബായ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും അടുത്ത ആളിലേക്കും പോകാം. നമ്മുടെ വയലിനും ഒരു പിയാനോയുടെ ഒക്കെ രീതി ഇട്ടിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സുനിലേട്ടോയ് കോയ്. പണ്ട് അയില കച്ചവടം വല്ലതൊക്കെ ആയിരുന്നോ? മീൻ കച്ചവടമൊക്കെ ആയിരുന്നോ? കള്ള കണ്ടുപിടിച്ച് മുമ്പ് അല്ലേ? ചെറുതായിട്ട്. ഓക്കെ. തോന്നി. അത് ആ പ്രത്യേകിച്ച് അതിന്റെ ഒരു വാസനയുണ്ട് കേട്ടോ. അപ്പോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് അല്ലേ? ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പൊ എവിടെന്നാണ് വരുന്നത്? എങ്ങനെയാണ് പേര്? ഗോപിക. ഗോപിക. അപ്പൊ ഗോപിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം ചെയ്യാം. ഗോപികയ്ക്ക് അതിന് ഇഷ്ടമായെങ്കിൽ ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ നീ ഇറങ്ങി വരുമോ? അങ്ങനെ വന്നാൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോകും. കളരി പരമ്പര ദൈവങ്ങളാണ്. ലോകനാഥാവിലെ അമ്മയാണ്. ഇത് സത്യം സത്യം സത്യം. എനിക്ക് എന്റെ അച്ഛന്റെ അമ്മനെ കാണണം. അയ്യോ ഓ മൈ ഗോഡ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ സുസ്മി ചേച്ചിനെ വിളിച്ചാൽ മതി, ഇറങ്ങിപ്പോരും. ആദ്യം കണ്ട പേരായതുകൊണ്ട് അവിടെ വിളിച്ച. അപ്പൊ ആള് മാറ്റി പറയാം. പേര് മാറ്റി പറയാടാ. ഞാന് ഗോപ്സൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവ് നമ്മുടെ റേഡിയോ ബഡായിലൊക്കെ ഒരുപാട് വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നസീർ അദ്ദേഹത്തിന്റെ വോയിസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഒത്തിരി അധികം നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി അധികം സന്തോഷം. ചുമ്മാ ഒരു തമാശക്ക് ചെയ്തേ ഉള്ളൂ. ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം എനിക്ക് നല്ലൊരു ഫീല്, നല്ലൊരു ആ ഒരു റിയൽ വോയിസ് ഫീല് തന്നെ എനിക്ക് കിട്ടി. കാരണം ഞാൻ പഴയ സിനിമയുടെ വലിയൊരു ആരാധികയാണ്. പാട്ടുകളുടെയും ചെറുതായിട്ട്. താങ്ക് യു. ഒരു പാട്ട് തീർച്ചയായിട്ടും. ഒരു ഞാൻ ഇളയരാജ സാറ് യേശുദാസ് സാറിന്റെ ഒരു കോമ്പിനേഷൻ. ഇളനെഞ്ചേവാ നീ ഇങ്ങേ വാ, இளநெஞ்சேவா தென்றல் தேரினில் எங்கும் போய் வரலாம். அட அங்கே பார் மஞ்சள் வான்முகில் கையால் நாம் தொடலாம். கண்ணோடு ஒரு சந்தோஷம்
എന്നോട് ഒരു സംഗീതം ഇന്നേരം ഇളനെഞ്ചേവാ தென்றல் தேரேனிலெங்கும் போய் வரலாம் அட அங்கே பார் மஞ்சள் வான்முகில் கையால் நாம் தொடலாம் பச்சை புல் மெத்தை வீரிக்கும் அங்கே இளம் தத்தைகள் தத்தி குதிக்கும் பட்டுப்பூ மொட்டு வேடிக்கும் செந்தேன் பெற பொன்வண்டு வெட்டம் அடிக்கும் சுற்றிலில் மூங்கில் காடுகள் தென்றலும் தூங்கும் வீடுகள் உச்சியின் மேலே பார்க்கிறேன் பட்சிகள் வாழும் கூடுகள் மண்ணின் நாடை போல வெள்ளம் மூடுதே அங்கை நாரை கூட்டம் செம்மீன் தேடுதே இந்நேரம் இளநெஞ்சேவா தென்றல் தேரேனிலெங்கும் போய் வரலாம் அட அங்கே பார் மஞ்சள் வான்முகில் கையால் நாம் தொடலாம். താങ്ക് യു. അതെ വാ, അടിപൊളി. ആള് പാട്ടിലും അതുപോലെ തന്നെ മിമിക്രിയിലും എല്ലാത്തിലും ഒരു എന്താ പറയാ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, പക്ഷേ മലയാളം വേർഡ് പറഞ്ഞു ഇനിയിപ്പോ മാറി. എനിക്കും പെട്ടെന്ന് ആ ഒരു വേർഡ് കിട്ടുന്നില്ല. അപ്പൊ ഞാനിവിടെ സംഭവമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു താങ്ക് യു. വല്ലവനല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് ഇനി പറയുമ്പോ മാറിപ്പോയാ വെറുതെ. എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട്. താങ്ക് യു, എല്ലാവർക്കും നന്ദി, ഒരുപാട് സന്തോഷം. അപ്പോ സുനിലേട്ട വൺസ് അഗെയിൻ വെൽക്കം ടു റേഡിയോ ബഡായി ഫാമിലി. അപ്പൊ ഇനി മുതൽ എപ്പോഴും ഫ്രീ ആവുമ്പോഴൊക്കെ വന്ന് ആക്റ്റീവ് ആവുക, ഇതേപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തരാ, അതുപോലെ തന്നെ ഇതേപോലത്തെ ഡയലോഗുകളൊക്കെ. അതാണ്. അല്ല, ഞാന് ഗോപികനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇതിപ്പോ നമുക്ക് ഈ ജോലികളൊന്നും ഇല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തിയിട്ടാണെങ്കിൽ എന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബംഗാളി പണിക്ക് വിട്ടാലും നമ്മൾ മലയാളീസ് ജീവിക്കുന്നുള്ള സ്റ്റൈലാണ് ഇപ്പൊ. സ്റ്റൈൽ മാറ്റിയിട്ട് ഇപ്പൊ എനിക്ക് എന്തായാലും ഗോപികനെ നമ്മള് മീൻ കച്ചവടത്തിന് വിട്ടിട്ടാണെങ്കിൽ നമുക്ക് ജീവിക്കാലോ സന്തോഷമായിട്ട്. ഫ്യൂച്ചർ പ്ലാനിങ് വരെ ഇവിടെ നടത്തി ഗോപ്സേ. വേറെ വിത്ത് യുവർ പെർമിഷൻ സുനിലേട്ടാ, വൺ സെക്കൻഡ്. 3, 2, 1 സ്റ്റാർട്ട് പറയോ സുസ്മി ചേച്ചി? എന്തോ ഒരു 3, 2, 1 സ്റ്റാർട്ട് പറയൂ. 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ, താങ്ക് യു. താങ്ക് യു. അല്ല, അതാ ഞാൻ പറഞ്ഞ മെയിൻ ആ ഒരു സ്റ്റൈൽ എപ്പോഴും ഉണ്ട്. നല്ല കീപ് ഇറ്റ് അപ്പേ. അതാണ്. അപ്പൊ കുഞ്ഞുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പാട്ടുകാരെ ഇതിലെ വരെ ഷോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പിങ് ചെയ്തോളാം. അതോടൊപ്പം നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചോളാം. അതാ ഞങ്ങൾ ഇങ്ങ് വരികയാണ്. അപ്പൊ ഒത്തിരി അധികം നന്ദി സുനിലേട്ടാ. നമുക്ക് അടുത്തയാളിലേക്ക് പോലെ. യെസ്, അത് അടുത്ത ആര് പേരെന്താ ഞാൻ വായിക്കുക? ബേബിയാണോ? ബേബി മോനി ബാബ് മോൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. നെപ്പോളിയൻ എന്നും മറ്റൊരു വിളിപ്പേരുണ്ട് അല്ലേ? പറഞ്ഞോളൂ. വിളിച്ചാട്ടോ, എനിക്ക് വയ്യ, എന്റെ കഴിവേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, വെൽക്കം ടു റേഡിയോ ബഡായി. താങ്ക് യു താങ്ക് യു. ആദ്യമായിട്ടാണോ റേഡിയോ ബഡായിലേക്ക്? അതെ അതെ, ആദ്യമായിട്ടാണ്. എനിക്ക് വയ്യ, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അപ്പൊ എന്തായാലും നമ്മുടെ ക്ലബൊക്കെ ഫോളോ ചെയ്യാ. അതുപോലെ തന്നെ എപ്പോഴും ഫ്രീ ആകുമ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രാംസിലേക്കൊക്കെ വരാം കേട്ടോ. തീർച്ചയായും തീർച്ചയായും. എവിടുന്നാ വരുന്നേ? ഞാൻ കാലിക്കറ്റാണ്, ഇപ്പൊ ഒമാനിലാണ്. ഓക്കെ, അപ്പൊ ഒരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായും തീർച്ചയായും. ഓക്കെ, ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പ്രണയം തുടരുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും. ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലിന്നു ഞാൻ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലിന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ
നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റി വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയഞ്ചാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലേ, മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഓക്കേ, അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരിക്കും ആ ഒരു ഫീലോട് കൂടി തന്നെ ആ ഒരു പാട്ടിനെ കൊണ്ടുപോയപ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് തന്നെ പോയി. അപ്പൊ സുസ്മി ചേച്ചി കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ എന്താ പറയാ, ഞാനും ആ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പാട്ട് തന്നെയാണ്. അപ്പൊ നല്ലൊരു ഫ്ലോയിൽ തന്നെയാണ് നമ്മുടെ ചേട്ടൻ പാടിയിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ പാടി ചേട്ടാ, ഒത്തിരി അധികം സന്തോഷം. അതോടൊപ്പം താങ്ക് യു. ഓക്കെ, സുസ്മി ചേച്ചി എന്തെങ്കിലും പറയാൻ വന്നോ? ഒരു ഡിലേ. ഓക്കെ, ഒന്നുമില്ല കേട്ടോ. ഞാൻ ഓക്കെ കൂൾ. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക്. ഇപ്പൊ സമയം 5:22 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 100 ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാട്ടുകാരെ ഇതിലെ പാട്ടുകാരെ ഇതിലേന്ന് പറഞ്ഞപ്പോഴേക്കും അതനുസരിച്ച് നമ്മുടെ സ്ഥിരം പാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ വേഗം വരാട്ടോ. അപ്പോ അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. അടുത്ത ആൾ ആരാണുള്ളത്? യെസ്, നമ്മള് രണ്ടുപേരെ സ്കിപ്പ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പ്രശാന്ത് ഏട്ടാ. നമസ്കാരം, കേൾക്കുന്നുണ്ട്. യെസ്, നമസ്കാരം. ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പ്രത്യേകം പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്ഥിരം വരാറുള്ള ആള് തന്നെയാണ്. അപ്പൊ ഒരു പാട്ട് പാടാൻ റെഡിയാണോ? ഇല്ല.
അല്ലെന്നോ? അതെന്ത് പറ്റി? ഞാൻ എന്താണ് പ്രോഗ്രാം പാട്ട് പാടുന്നതാണെന്ന് ഇപ്പഴാ കേട്ടത്. നേരത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പാട്ട് കേറി കേറാം. കേൾക്കാമെന്നാണോ അപ്പൊ? കേൾക്കാമെന്ന. രണ്ടുപേര് പോലും പാടില്ല? നിർബന്ധിച്ചാ പാട്ട് പാടുവോ? പാടാൻ പറ്റിയതല്ല, നമ്മുടെ ഇവിടെ ഒരുപാട് പാട്ടുകാര് ഉള്ളതല്ലേ, നമ്മള് അതിനിപ്പെന്താ, ഒരു രണ്ടുപേര് ആസ്വാദകനാണ്. പാടുന്നതിൽ കുഴപ്പമില്ല. ഏ ഒരു രണ്ടുപേര് പാടുന്നതിൽ ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് പാടുന്നേ. ഏത് പാട്ടപ്പം സമയം പാടാൻ വേണോ? പറ്റിയ? ആലോചിക്കാൻ സമയം വേണോ? ഒരാൾ പോയിട്ട് അടുത്ത് പോട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ സുഷ് ബ്രോ ഉണ്ട് ഇവിടെ. ഹലോ സുഷ് ബ്രോ, കേക്കുന്നുണ്ടോ? സുഷ് ബ്രോ തിരക്കിലാണോ? കുറെ നാളായി ചേട്ടനോട് സംസാരിച്ചിട്ട്. അപ്പൊ എന്തായാലും വരുമ്പോ ഒന്ന് ബ്ലിങ്ക് ചെയ്യാ കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ബിനി ചേട്ടനാണല്ലേ അടുത്തത്? അപ്പൊ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു സംഭവം ഒന്ന് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കുഞ്ഞുട്ടി. ഞാൻ ഒന്ന് പ്ലേ ചെയ്യട്ടെ. ഹലോ ഹലോ, കേട്ടില്ലേ? ഒന്നും കേട്ടില്ല. ഞാൻ വിചാരിച്ചു എന്ത് ഇങ്ങനെ. ഒന്ന് ശബ്ദമെങ്കിലും ഉണ്ടാക്കാമായിരുന്നു ആർക്കെങ്കിലും. ഞാൻ ഇത്ര നേരം ഒറ്റയ്ക്ക് കേട്ടോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോ ചെറിയ വിഷമമുണ്ട്. ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ കേട്ടാ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. നല്ലൊരു വിഷമമുണ്ട്. എല്ലാരും അങ്ങനെ വിചാരിക്കണ്ടാവും കേട്ടോ. ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നെറ്റ്വർക്ക് ഇഷ്യൂ എന്തായിരിക്കും. ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് കുഞ്ഞുട്ടി അവിടെ സംഭവിച്ചത്. അപ്പൊ ഞാൻ എന്തായി? ഓക്കെ വന്നോളൂ. അപ്പൊ പ്ലിങ്ങോ. ഓക്കെ, അപ്പൊ അടുത്ത ആള് ഇത് ബിനി ചേട്ടനാണോ ചേച്ചിയാണോ? ഡി പി കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഫാമിലി ഫോട്ടോ ആണ്. അപ്പൊ ഹലോ. അത് ബിനി ചേച്ചിയാണ്. എനിക്ക് എപ്പോഴും തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഫാമിലി ഫോട്ടോ അല്ല. അതിനകത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിക്കോളൂ. ഇപ്പൊ മനസ്സിലായി. ഐ എം വെരി സോറി അളിയ, ഐ എം വെരി സോറി. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി എവിടെ നിന്നാണ് വരുന്നേ? ചേച്ചി ഞാന് ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു, ഇപ്പോൾ എറണാകുളം. എറണാകുളമാണ്. ഞാനും എറണാകുളമാണ്. എനിക്ക് വയ്യ. അല്ലെങ്കിൽ നമ്മളെപ്പോലെ നല്ല നല്ല മനുഷ്യരൊക്കെ എറണാകുളത്ത് ഉണ്ടല്ലോ. ഞാനും എറണാകുളം. വെറുതെ അല്ല. ഏറ്റു. ഓക്കെ, അപ്പൊ എന്തായാലും ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചില്ല. ചായ നിന്നുപോയി. സോറി, അടിച്ചുപോയി ഗൈസ്. പോയായിരുന്നു. സോറി. ഓക്കെ, അപ്പൊ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ? ട്രൈ ചെയ്യാം, പിന്നെ കളിയാക്കരുത്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ? എനിക്ക് വയ്യ. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ? പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളല്ലേ ആൾക്കാരെ. കുറെ നേരം കൊണ്ടിരുന്ന് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ. കം ഓൺ. കളഭം തരാം ഭഗവാനൻ, മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ, മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മഴപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ, മനസ്സും തരാം.
കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. നിലാക്കുളിർ വീഴും രാവിൽ കടഞ്ഞൊരേ പൈമ്പാലിനായി കുറുമ്പുമായി എന്നും വന്നു നിൽക്കേ. നിലാക്കുളിർ വീഴും രാവിൽ കടഞ്ഞൊരേ പൈമ്പാലിനായി കുറുമ്പുമായി എന്നും വന്നു നിൽക്കേ. ചുരത്താവു ഞാനിൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. ചുരത്താവു ഞാനിൻ മൗനം തുളുമ്പുന്ന പൂന്തേൻ കിണ്ണം. നിഴൽ പോലെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ശരിക്കും ആ ഒരു പിച്ച് ഉണ്ടല്ലോ, ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുക. എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു പിച്ചാണ് സത്യം പറഞ്ഞ. അടിപൊളി. താങ്ക് യു സോ മച്ച് ബിൻ ചേച്ചി. സത്യമാണ് ഗോപ്സി, ഞാനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഇഷ്ടമുള്ളൊരു പാട്ടാണ് നമ്മുടെ വടക്കുന്നാഥല്ലേ ആ സോങ്. ഇടയ്ക്ക് റിലാക്സ്ഡ് ആവാനൊക്കെ ഞാനിങ്ങനെ കേൾക്കാറുള്ളൊരു പാട്ടാണ്. ഇറങ്ങിയ ഇടയ്ക്ക് എന്താ പറയാ, നല്ലൊരു തരംഗമായൊരു പാട്ട് തന്നെയാണ്. ചേച്ചി മനോഹരമായിട്ട് പാടിയിട്ടോ, ഒത്തിരി അധികം സന്തോഷം. ഓക്കെ, അപ്പോ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് സുസ്മി ചേച്ചി ഒരു പാട്ടങ്ങോട് പാടൂ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് അങ്ങോട്ട് മറന്നുപോയി. ഞാൻ നമ്മളെന്താ പറയാ, ഒരു ഷോ അവസാനിക്കുമ്പോൾ നാഷണൽ ആന്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് പാടിയാലോ, എന്ത് പറയുന്നു? അത് നമുക്ക് വേറെ പാടാം, സമയമുണ്ടല്ലോ. എന്തായാലും ഒരാളുടെ പോയിട്ട് എന്തായാലും ഞാൻ പാടുന്നതായിരിക്കും. അപ്പോഴേക്കും ഞാൻ ലിറിക്സ് ഒക്കെ എടുത്ത് വെക്കാലോ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ സ്വന്തം ആണോ നോക്കട്ടെ. അതെ, എല്ലാരും സ്വന്തമാണ്. അപ്പൊ എങ്കിലും അജ്നാസ്. ഹലോ. ഹലോ, 5 മിനിറ്റ് ഒന്ന് പറയണ്ട. അല്ല, ഞാൻ പാടാൻ വന്നില്ല, ഞാൻ ബ്ലിങ്ക് ചെയ്യാൻ വന്നതാണ്. അത് കുഴപ്പമില്ല, 2-3 വരെയെങ്കിലും പാടിയിട്ട് പോ മനുഷ്യ. എന്താണ് നിങ്ങൾ ഇങ്ങനെ? രണ്ടാമത്തെ വരി ആകുമ്പോഴത്തേനും ഇവിടുന്ന് പാതി ആൾക്കാർ ഇറങ്ങിപ്പോ. അത് കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു. നിങ്ങൾ ആരെങ്കിലും പോവോ? ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിച്ചേ. പോയില്ലെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യൂ. കണ്ടോ പോകുന്നുള്ള ബ്ലിങ്ക്. പറ്റുമെങ്കിൽ നമ്മൾ ഇറക്കി വിടും. അതെ ചേട്ടാ, അതിനകത്ത് പാടിക്കോ, ഒരു 2 വരി പാടിക്കാം. സ്വന്തം കവിതകളാണെങ്കിലും സന്തോഷമുള്ളൂ കേട്ടോ. അതെ സ്വന്തം കവിതകളോ? അതും കൂടി ആകുമ്പോ 2 വെറുപ്പിലോ, ഇതാ പറഞ്ഞല്ലോ ഉള്ളൂ. എന്നാ ഒന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഞാൻ പറ. കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞെന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വച്ചു. നീ അതു കാണാതെ കാറ്റിൻ്റെ മറവിലൂടക്കരയ്ക്കെങ്ങോ തുഴഞ്ഞു പോയി. കടവത്തു ഞാൻ മാത്രമായി കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? മതി. കൊച്ചി കള്ളൻ. അടിപൊളി. അപ്പൊ ഒന്ന് ഒത്തിരി വെയിറ്റ് ഒക്കെ ഇട്ടിരുന്നാണല്ലേ. ഇനി ഞാൻ നിർബന്ധിച്ചോളാം.
ഓ ഓ അപ്പൊ മാനേജ് ഞങ്ങൾ പൊക്കോട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് പാടി അജ്നാസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും വരിക. ഞാൻ പറയുന്നില്ല, സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണോ? ഞാൻ പറയും. വേണ്ട, വേണമെന്നില്ല. താങ്കള് വളരെ ഫേമസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താങ്കളെ. താങ്ക് യു അതെ അതെ ചേച്ചി, അതെ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ പ്ലേ ചെയ്താലോ എന്ന് പറയുന്നു? കേട്ടില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഗോപ്സേ. ശരി എന്നാ. കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒരുപാട് കളിത്തമാശകളും കുറച്ചു കാര്യവുമായി നിങ്ങളോട് കൂടെ ഞങ്ങൾ ഉണ്ടാകും. ദിസ് ഈസ് റേഡിയോ ബഡായി, കൂട്ടുകൂടാനൊരു ബഡാ ബൈ. കേട്ടു കേട്ടു നിങ്ങൾ കേട്ടു നിങ്ങൾ കേട്ടു. അപ്പൊ കേട്ടാ മാത്രം പോരാ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമ്മുടെ ഷോയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ റേഡിയോ ബഡായിക്ക് ഫോളോ ചെയ്യുക, ഐ മീൻ മെമ്പർ ആവുക. അതോടൊപ്പം ഈ കട്ട സപ്പോർട്ട് എന്നും തരിക. ഇതുപോലെ 100 ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ മറ്റാരുടെ അല്ല, നമ്മുടെ സ്വന്തം കുഞ്ഞുട്ടിയുടെ വോയിസ് ആണ്. അതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അജ്നാസിന് പറയും കാത്തിരുന്നു ദേ പോയി. ഓക്കെ, അപ്പൊ അടുത്ത ആളിലേക്ക് നമുക്ക് വേഗം പോവാം. അല്ല, സുസ്മി ചേച്ചിയുടെ ഒരു പാട്ട് ഇങ്ങനെ പെൻഡിങ് നിൽക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതാ ഞാനും വെറുപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അയ്യോ, ഞാനും വെറുപ്പിക്കാൻ എല്ലാരും വെറുപ്പിച്ചു എന്നല്ല കേട്ടോ, അങ്ങനെ ആരും കരുതരുത്. ഞാൻ ജസ്റ്റ് എല്ലാരും പറഞ്ഞ ഓളത്തിലൊക്കെ ഒന്നും പറയണ്ട, ഉള്ളിന്ന് വന്നുവല്ല, പുറത്തു വന്നു, എല്ലാവരും കേട്ടു. ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു എല്ലാവരും. എന്നെ കുറ്റം പറയാനാവില്ല മിസ്റ്റർ. ഇല്ലല്ല, ഒരു പ്രോഗ്രാം നടത്തുമ്പോ ഇങ്ങനെ പരസ്യമായിട്ട് വന്നവരെ എല്ലാം ഒരുമിച്ച് അപമാനിക്കാൻ പാടില്ലായിരുന്നു. എല്ലാരും പറഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഞാനും വെറുപ്പിക്കാൻ പോകുന്നു, അത് കുറ്റമാണോ സഹോദര? ഇല്ല, കുട്ടി പാടിക്കോ. അതെ അതെ, എന്റെ ചെറിയ ആഗ്രഹങ്ങളാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்த முத்த ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலாவை தொட்டு முத்தமிட ஆசை, இன்னென்ற பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை. மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களெல்லாம் தொட்டுவிட ஆசை, சோகங்களெல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை கற்றிட ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ ഇതുപോലെ. താങ്ക് യു സോ മച്ച്. അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാവരും ലിങ്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സുസ്മി ചേച്ചി, നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ എന്തായാലും കുഞ്ഞു കുഞ്ഞു ആസകൾ അതെ, ഇനിയും പൂവണിയട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. റൂബി ചേച്ചിനെ കൊണ്ട് പാടിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. റൂബി ചേച്ചിനെ കൊണ്ട് ഞാൻ പാടിപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ, പാടിപ്പിക്കുന്നതാണ്. അപ്പോ മിസ് റൂബി, നിങ്ങൾ റെഡി ആയി നിന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ആൾ ആരാണ് നമുക്കുള്ളത്? ശോഭിനാണോ? ഓ മൈ ഗോഷ്, എന്റെ പി കെ സേട്ടാ. ഈ ഒരു മിസ്റ്റർ ഭീഷണിപ്പെടുത്തുന്ന ആളല്ലേ? തുമ്പിയെ വിട്ട് കല്ലൊഴിക്കും, ഓണത്തുമ്പിയെ വിട്ട് കടിപ്പിക്കും. അതെ അതെ, താങ്കളുടെ ഒരു ഭീഷണിയും ഇവിടെ വില പോയില്ല. മര്യാദക്ക് പാടിക്കോ. ഞാൻ ഉടനെ വരാം. റേഡിയോ ഗായകനാണ്. എടാ, ഞാനൊരു മീറ്റിംഗിലാണ്. എന്ത് തള്ളാൻ നോക്ക്. അപ്പൊ എന്തായാലും മീറ്റിംഗിൽ ഇരുന്നോണ്ട് നമുക്ക് സപ്പോർട്ട് തന്നെ പി കെയുടെ ആ മനസ്സിവിടെ ആരും കാണാതെ പോവരുത് എന്നാണ് ഗോപ്സെ. ഇത് പക്ഷെ തള്ളാണെന്നാണ് എന്റെ ഒരു 80% വിശ്വാസം. എന്തായാലും പോകുന്നതിന് മുന്നേ നമ്മൾ പാടിച്ചിട്ടേ വിടത്തുള്ളൂ പി കെനെ. അപ്പൊ എന്തായാലും ഇപ്പൊ മീറ്റിംഗ് ഒക്കെ നടക്കട്ടെ. അപ്പൊ അത് നമ്മളിങ്ങോട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് എന്തെങ്കിലും പോവാം. അപ്പൊ അടുത്തത് ആരാണ്? പി കെ സോറി പറഞ്ഞു കൊടുക്ക അടുത്ത ആരാണെന്ന്. ഓക്കെ, അടുത്ത ഒരാള് വിട്ടച്ച് ബീര ഇരിക്ക. യെസ്, അത് ഒന്ന് പോയിട്ട് വന്നാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ആയത്. ഓക്കെ,
അബീറ. ഹായ് ഹായ്. ഹായ് ഹായ് ഹായ്. അപ്പൊ വെൽക്കം ടു റേഡിയോ ബഡായി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആണോ? ആദ്യമായിട്ടാണോ ചേച്ചി നമ്മുടെ ഷോയിൽ വരുന്നത് റേഡിയോ ബഡായുടെ? അറിയില്ല, ഇതിലാണോ ക്യൂസ് പ്രോഗ്രാം ഹലോ, ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ നമ്മുടെ റേഡിയോ ബഡായിൽ വരുന്നത്? വിജ്ഞാന ലോകത്തിലാണോ ഉദ്ദേശിച്ചത്? ക്വിസ് വിജ്ഞാന പ്രോഗ്രാം. ലോകം. യെസ് യെസ് യെസ്. ഓക്കെ. അപ്പോ എന്തായാലും എന്താ പറയാ, ഇപ്പൊ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. സോ ഓൾവേസ് വെൽക്കം ടു റേഡിയോ ബഡായി. അപ്പൊ ഒരു പാട്ടൊക്കെ പാടിയാലോ? നെക്സ്റ്റ് പാടാം. ഓക്കെ ഓക്കെ ഷുവർ. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഷോബിൻ ചേട്ടോ കേൾക്കുന്നുണ്ടോ? ചേട്ടനാണോ? അപ്പോ ഷോബിൻ. ഹലോ. മാസ്റ്റർ ദീപയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയിപ്പോ അങ്ങനെ പറ. ആരെ പോലെ? ഓക്കെ ബൈ, ഞാനൊന്നും പറയില്ല. ഓക്കെ. അപ്പൊ ഷോബിൻ എവിടെ നിന്നാണ് വരുന്നേ? ഞാൻ പത്തനംതിട്ട. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണു? പഠിക്കാണോ? ഞാൻ ബിടെക് കഴിഞ്ഞു. ഇപ്പൊ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു. കൊച്ചിക്കളൻ ഫുള്ളനായിട്ടുണ്ട്. പൊങ്ങിയോ? അപ്പോ ഇന്ന് എന്ത് പാട്ടാ ഇവിടെ പാടാൻ പോകുന്നത് ഷോബിൻ? പാട്ടൊക്കെ സെറ്റാക്കി വെച്ചേക്കുവല്ലേ? ഞാന് ഫിലിം ഏതായിരുന്നു? ഫിലിം താരം പതിപ്പിച്ച കൂടാരം എന്ന് പറയുന്ന സോങ്, ശിക്കാരി ശംഭുവിലെ. ഓക്കെ. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്നു സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര്, നിൻ വഴിയേരാപ്പകലിൽ കാവലുണ്ട് എൻ്റെ കണ്ണ്. ഏതാനി തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ, ഏതാനേ തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ. ഉണ്ണിപ്പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാടതാ, കുഞ്ഞിൻ മിഴിയെഴുതാൻ സൂര്യൻ വരവായിതാ. കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാം ഞാൻ, മുകിലോരം ചെന്നെത്താൻ ചിറകാവാം ഞാൻ. ഏതാനേ തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ, ഏതാനേ തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ. വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാൻ, നിറതിങ്കളായി ഏതോരു വിധിയാ, മുന്നിൽ ഇരുൾ മൂടിയാ. അകലെ നീ പോയാലും നിഴലാവാം ഞാൻ, വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ. ഏതാനേ തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ, ഏതാനേ തനന്താനേ തന്താനേ രാരോ ആരാരിരാരോ. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം.
താങ്ക് യു. മാൻ ഒരു രക്ഷയില്ല കേട്ടോ ആ എന്റെ പോന്നെ. മോട്ടിവേഷൻസ് ഒക്കെ അടിപൊളി 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 സൂപ്പർ. അതെ, ഒരു രക്ഷയില്ല എന്ന ഡയലോഗ് ഞാനും പറയാൻ വരികയായിരുന്നു. സൂപ്പറായിരുന്നു, അതിന് പറയണ്ട, അത് കിഡുമായിരുന്നു. ഞാൻ പറയണ ഡയലോഗ്. നിങ്ങൾ കുറച്ച് വെയിറ്റുള്ള ഡയലോഗ് ഒക്കെ പറയും നമുക്ക്. അല്ല, നമ്മള് രണ്ടുപേരും പറയുന്നതിന് മുന്നേ ഓഡിയൻസിൽ നിന്ന് തന്നെ ആരോ പറഞ്ഞു കേട്ടോ, എന്താണ് ഫിദ ഫിദാൻ. താങ്ക് യു. ഫിദാൻ. എന്ന് എന്തായാലും പറഞ്ഞു. ഞാനൊന്നും പറയണില്ല. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലെ വരിക അല്ലെ ഗോപ്സെ, ഇതുപോലെ കട്ട സപ്പോർട്ട് നമുക്ക് തരാം. അതാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാവുക. ഐ തിങ്ക് രാഹുലേട്ടന്റെ ഫ്രണ്ടാണ്. അപ്പോ രാഹുലേട്ടൻ നമ്മുടെ ഒരു പാർട്ട് ഓഫ് എ ഫാമിലിയാണ്. സോ എന്തായാലും ഇനി മുതൽ ശോഭിൻ ചേട്ടനല്ലേ? ആ ചേട്ടനാ ശോഭന നന്നായിരുന്നു ശോഭന കേട്ടോ. താങ്ക്സ് ടാ, ഓക്കെ ഓക്കെ ബൈ. അതോടൊപ്പം കുഞ്ഞൂട്ടി, ഞാനൊരു കാര്യം ഇവിടെ പറയാണ്. ഞാൻ ഹാൻഡ് റൈസിംഗ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ഷോയുടെ ടൈം ഇപ്പോ 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് വൈൻഡപ്പിലേക്ക് ഇങ്ങോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ കുഞ്ഞൂട്ടി? 6 മണിക്കൊരു അഡാറ് പരിപാടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയാതെ നമുക്ക് യെസ്, അടുത്തത് നമ്മുടെ സ്വന്തം എവിടെ ഞാൻ ഒന്നുകൂടി ഓക്കെ, അത് തന്നെ. ഒന്നുകൂടെ റെഡി ആവട്ടെ. ഡാഡി. ഒരു മാറ്റമില്ലല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ഒരുപാട് സന്തോഷം 100 ഡേ ആയാലും. അപ്പൊ എല്ലാവർക്കും റേഡിയോ ബെഡായി ഫാമിലി എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്, ഈച്ച് ആൻഡ് എവ്രി വൺ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് 100 ദിവസം കടന്ന് 1000 ദിവസം ഇനി പിന്നിടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഉൾപ്പെടെ എന്തായാലും. അതെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ മോള് ഇതിലൊരു ഇല്ല, അത് ഭാഗമായത്. ഞാൻ പറയത്തില്ല. ഇനിയിപ്പോ എന്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാ. നീ ആ പരിപാടി ഒപ്പിച്ചു വെച്ചു. ഇല്ല മോളെ, പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ അവിടുന്ന് ഇവിടുത്തെ എല്ലാ മക്കളാണല്ലോ ഈശ്വര. അത് വേണ്ട. എന്റെ ഡാഡിയുടെ ആരും വിളിക്കണ്ട. അതെ. ഓക്കെ, അപ്പൊ എന്റെ ഡാഡി, എനിക്ക് രാഹുലേട്ടാ ഒന്ന് വിളിക്കാൻ തോന്നുന്നില്ല, എന്താ ചെയ്യാ? നീ ഓക്കെ വിളിക്കണ്ട, ഡാഡിന്ന് വിളിച്ചോ, പറ. ഓക്കെ, എനിക്ക് പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാനൊരു ഹിന്ദി പാട്ട് പാടാം, സോനു നിഗത്തിന്റെ. ശരി. हमेशा इश्क में ही जीना, दम दर जश्न जश्न दम दर जश्न जश्न तुम मेरे हमदम, हमेशा इश्क में ही जीना. ऐ है ये आशिकी जगह में पैरों से समीर पैरों से समीर लगा मन, ऐ हैरती आशिकी, ऐ हैरती आशिकी, ऐ हैरती आशिकी. दम दर जश्न जश्न दम दर जश्न जश्न दम तुम मेरे हमदम, हमेशा इश्क में ही जीना. क्यों उर्दू फारिश बोलते हो, क्यों उर्दू फारिश बोलते हो, दस कहते हो दो तोड़ते हो, जो टों के शहंशाह
बोलो ना कभी झांको मेरी आंखें, कभी झांको मेरी आंखें, सुनाए एक दास्तां जो होठों से खोलो ना। ऐ हैरती यार जगावत, पैरों से समीर समीर लगावत, ऐ हैरती आशिकी, ऐ हैरती आशिकी, ओ हैरती आशिकी। दो चार महीने से लम्हों में, दो चार महीने से लम्हों में, उम्रों के हिसाब भी होते हैं, जिन्हें देखा नहीं कल तक, जिन्हें देखा नहीं कल तक, कहीं भी अब खोक में वो चेहरे बोलते हैं, हैरती याशी जगह पैरों से समीर समीर लगा, ऐ हैरती याशी जगह पैरों से समीर समीर लगा, ऐ हैरती आशिकी, ऐ हैरती आशिकी, हो हैरती आशिकी। दम दर चश्म चश्म दम दर चश्म चश्म, सुन मेरे हमदम हमेशा ये इश्क महे जीना, ओ दम दर चश्म चश्म दम दर चश्म चश्म, सुन मेरा हमदम हमेशा ये इश्क महे जीना। Daddy, എന്തോ I love you. ഐ ലവ് യു ടു. രാഹുലേ അടിപൊളിയടാ. താങ്ക് യു സൂപ്പർ സൂപ്പർ രാഹുൽ സൂപ്പർ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു രാഹുൽ രാഹുൽ ആസ് യൂഷ്വൽ. താങ്ക് യു റോജി, താങ്ക് യു സോ മച്ച്. രാഹുലിന്റെ Okay, പാട്ടിന്റെ അല്ല ഒരു പ്രത്യേകത എന്താ അറിയോ കുഞ്ഞൂട്ടിയെ? അത് എത്ര ദിവസം കഴിയുന്തോറും അല്ലെ ഓരോ തവണ പാടി അത് നെക്സ്റ്റ് ടൈം വരുമ്പോഴും ആ ഒരു എന്താ പറയാ സൂത്നിങ് അല്ലെങ്കിൽ ആ ഒരു ഭംഗി അത് കൂടി കൂടി വരുന്ന ഒരു ഫീലാണ്. മോളുടെ അത്രയും എല്ലാം മനോഹരമായിട്ട്. daddy. ഓ മൈ ഗോഡ്. Okay, അപ്പൊ thank you so much, my dear daddy. താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് കമന്റ്സ് ഒക്കെ താഴേന്ന് വന്നിട്ടുണ്ടായിരുന്നു. വിസ്മയൊക്കെ താഴേന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എത്തുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു, അതാണ് മുകളിലേക്ക് വരാത്തത്. ഓക്കെ, അപ്പോ സെറ്റ്. സോ രാഹുൽ സൂപ്പർ ആയിട്ട് പാടിട്ടോ രാഹുൽ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഫീൻസ് ഫീൻസ് ഞാൻ எனக்கு വിളിക്കുന്നപ്പയില്ലേ. எனக்கு ஒரு 30 രാഹുലേട്ടാ செகண்ட்ஸ் கிடைக்குமா? ഒരു 30 സെക്കൻഡ്സ് കൊടുക്കുമെന്ന് സാമ്യണ്ണന്. സാമ്യണ്ണൻ അവിടെ എന്തോ പറയാനുണ്ട്. 30 செகண்ட்ஸ். ஆக்சுவலா நான் வந்து ஷோபின் பாடி முடிச்ச உடனே கூட பேசணும்னு நினைச்சேன். ஷோபின் ரொம்ப பிரமாதமா இருந்தது. அந்த ஹை பிட்ச் எடுத்த இடம்லாம் ரொம்ப நல்லா இருந்தது. താങ്ക് യു. இன்னும் ரெகுலரா ப்ராக்டிஸ் பண்ணுங்க, நல்லா பாடுங்க. ராகுலுக்கு ஒரு ஸ்பெஷல் தேங்க்ஸ். ஏன்னா இப்போ அவ்வளவா ராகுலை பார்க்க முடியறது இல்லை இங்க. இனிமேலும் வரணும், பாடி தரணும். சுஸ்மி ரொம்ப அழகா சொன்னாங்க. எவ்ரி டைம் வந்து கரெக்ட்
கரெக்டா அதை பார்த்து நோட் பண்ணி வச்சிருந்திருக்காங்க. கரெக்டா சொன்னாங்க. இதே അതെ சாங்க அநேகமா இன்னொரு 1 வீக் கழிச்சு நான் கேட்கும்போது இன்னும் நிறைய பெட்டர்மெண்ட் வந்து எனக்கே தெரியும். ரொம்ப நல்லா பாடினீங்க ராகுல். தேங்க்யூ. താങ്ക് യു ரொம்ப താങ്ക് യു நாளைக்கு அப்புறம் உங்க வாய்ஸ்ல ஒரு சாங் வித் கரோக்கி கேட்க முடிஞ்சது. ரொம்ப சந்தோஷமா இருக்கு. தட் டூ താങ്ക് യു இங்க താങ്ക് ரேடியோ യു படாயில 100th டேல அது கேட்கறதுக்கான சந்தர்ப்பம் கிடைச்சதுல ரொம்ப ஹாப்பி. ഷുവർ താങ്ക് യു അണ്ണാ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാമിയണ്ണ. അതുപോലെ ശോഭിൻ പാടിക്കഴിഞ്ഞപ്പോൾ അനീസ്ക ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അനീസ്കയുടെ DP കണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ശോഭിൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി സംഭവം എന്താ വെച്ചാൽ ഷോൺ ബട്ടർഫ്ലൈസ് ഇൻസൈഡ് എന്നായിരുന്നു. അതായത് ശോഭിന്റെ ആ ഒരു SHO ഷോൺ, മറ്റേ B വരുമ്പോൾ ബട്ടർഫ്ലൈസ്, IN ഇൻസൈഡ്, അതായിരുന്നു ഷോൺ ഓക്കെ. ബട്ടർഫ്ലൈസ് ഇൻസൈഡ്. പാട്ടിനുള്ള കമന്റ് ആയിരുന്നു അത്. അപ്പൊ അനീസ്ക എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല. സോ എനിവേ അത് ശോഭനുള്ള ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് വൈകിക്കാണ്ട് പോവാം അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അടുത്ത നമ്മുടെ മോനിയാണ്, മോനി കൃഷ്ണക്കുട്ടി. ഹലോ, ഹലോ, നമസ്കാരം. വെൽക്കം നമസ്കാരം. ടു റേഡിയോ ബഡായി. താങ്ക് യു. അപ്പോ ആദ്യമായിട്ടാണോ നമ്മുടെ ഷോയില്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ റേഡിയോ ബഡായിൽ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ പക്ഷേ ആ പ്രോഗ്രാം താഴെ ഇരുന്ന് കേട്ടു, കെ ക്ലബിന്റെ ഒപ്പം ഉള്ളത്. അപ്പൊ എനിവേ വെൽക്കം ടു റേഡിയോ ബഡായി. സന്തോഷം. താങ്ക് യു. ഓക്കെ, അപ്പോ എവിടെ നിന്നാണ് വരുന്നത്? ഒരു ഇൻട്രോ നമുക്ക് പരിചയപ്പെട്ടല്ലോ, അപ്പൊ ഒരു ഇൻട്രോ ഒക്കെ ആവാം. ഞാൻ എറണാകുളത്ത് നിന്നാണ്. സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പോ പരിചയപ്പെടാൻ സാധിച്ചൊരു സന്തോഷം. ഞാനും സുസ്മി ചേച്ചിയും എറണാകുളത്തുള്ളവരാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഒരു പാട്ട് പാടിയാലോ? പാടാം. ഞാൻ ഹിന്ദി. ഓക്കെ ഓക്കെ. ബ്യൂട്ടിഫുൾ താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് പാടിയിട്ടു, ഒരു രക്ഷയില്ല. എനിക്കൊന്ന് ആ ഇമോഷൻസ് ഒക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പാടിയത്. അതെ, ആ ഫീല് വളരെയധികം ഉൾക്കൊണ്ടിട്ടാണ് പാടിയിട്ടുള്ളത്. എനിക്കൊന്ന് മെഹബൂബ് മൂവി അല്ലേ, പഴയ, ഞാൻ ഓർക്കട്ടെ, കിഷോർ കുമാർ വോയിസ്. എനിക്ക് പഴയ ഹിന്ദി പാട്ടിന്റെ ഒരു ആരാധിക കൂടിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒത്തിരി അധികം സന്തോഷമായിട്ട് ഒരു പാട്ട് കേട്ടപ്പോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും ഇനിയുള്ള പ്രോഗ്രാംസിലൊക്കെ സ്ഥിരം വരിക ഫ്രീ ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത ആളിലേക്ക് പോവാം. അയ്യോ, അടുത്ത ആളെന്ന് പറഞ്ഞപ്പോഴേക്കും ചാടിയല്ലോ ഈശ്വര. പേടിച്ചു പോയതാണോ? എന്നെ പേടിയാ കള്ളൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആള് എവിടെ ഉള്ളത്? നമ്മുടെ അനുചേച്ചിയാണല്ലേ? അതെ, അപ്പൊ നമുക്ക് അനുവിലേക്ക് പോവാല്ലേ. ഹലോ, പറയൂ. വെൽക്കം ടു റേഡിയോ ബഡായി പാട്ടുകാരി. താങ്ക് യു. ഞാൻ രാവിലെ ഉണ്ടായിരുന്നു, പ്രോഗ്രാം കേൾക്കാനുണ്ടായിരുന്നു. ആശംസ പറയാൻ വരികയും ചെയ്തു മുകളിൽ. ഒത്തിരി അധികം സന്തോഷം. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഇന്നും. തീർച്ചയായിട്ടും. ഞാൻ മെമ്പറാണ്, പക്ഷെ ഞാൻ അധികം വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടൊക്കെ പാടി ഞങ്ങളുടെ ഈ ഒരു എന്താ പറയാ ഷോ നല്ല മനോഹരമാക്കൂ. നല്ലൊരു പാട്ടൊക്കെ പാടൂ. അല്ല, ഇങ്ങനത്തെ ഒരു ഷോ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഒരു ഡിവറ്റ് ആവാം. ഞാനും ജീവനും കൂടെ ഒരു ഡിവറ്റ് പാടാണ്. കുഞ്ഞുട്ടി, ഞാൻ എന്തൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് വയ്യ. എന്തൊക്കെ കേൾക്കണം? അപ്പൊ നല്ലൊരു ഡ്യൂട്ടി കേട്ടിട്ട് വരാല്ലേ. ജീവൻ റെഡി അല്ലേ? ജീവൻ ഹലോ, ഓഡിബിളല്ലേ? അതെ. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ,
അടുത്തു വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ. മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടിപ്പു പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചിലേ, മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞിലേ. കളമൊഴി വെറുതെയോ, കവിളിലെ പരിഭവം പിണക്കമാണോ, എന്നോടിണക്കമാണോ. അടുത്തു വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ. മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടിപ്പു പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചിലേ, മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞിലേ. കളമൊഴി വെറുതെയോ, കവിളിലെ പരിഭവം മാമഴത്തുള്ളികൾ മണിമുത്തു ചാർത്തുമീ സുന്ദരി പെണ്ണാം പൂന്തേൻ പുഴയിൽ. താമരത്തോണിയിൽ തുഴയുകയാണു നാം തങ്കനിലാവിൻ തൂവൽ തുമ്പ. ആയിരം ചിറകുള്ള മോഹങ്ങളെ, ആയിരം ചിറകുള്ള മോഹങ്ങളെ, അമ്പിളി വെച്ച വിളക്കുമായി മാനത്തെ അമ്പലക്കൽപ്പടവിൽ അന്തിക്കൊരഞ്ജന താരക പെണ്ണിന്റെ ആതിരപ്പാട്ടുണ്ടോ. അറിയുമോ വെറുതെയോ കനവിലെ പരിഭവം. പിണക്കമാണോ, എന്നോടിണക്കമാണോ. അടുത്തു വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ. മോതിരം മാറുവാൻ മഴവില്ല് പന്തലിൽ നാണിച്ചു നിൽക്കും മുകിലെന്നോരം. ആരുടെ നെഞ്ചിലെ തകിലടി കേട്ടു ഞാൻ തമ്പുരുമീട്ടും താരശ്രുതിയിൽ. ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ, ആയിരം ചിറകുള്ള സ്വപ്നങ്ങളെ, മിന്നൽ ചിലമ്പിട്ട് തുള്ളി തുളുമ്പുന്ന തെന്നൽ തിടമ്പുകളെ, പൊന്നിലെ താലിയും മാലയും ചേലയും പീലിപ്പുടവയും താ. കളമൊഴി വെറുതെയോ, കവിളിലെ പരിഭവം പിണക്കമാണോ, എന്നോടിണക്കമാണോ. അടുത്തു വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ. മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടിപ്പു പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞു. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചിലേ, മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞു. കളമൊഴി വെറുതെയോ, കവിളിലെ പരിഭവം. താങ്ക് യു ജീവൻ. ഡ്യുവറ്റ് ആണ് നമ്മളിപ്പോ കേട്ടത്. അൻഷേച്ചി ആൻഡ് ജീവൻ ചേട്ടൻ സൂപ്പറായിട്ട് പാടിയിട്ട് രണ്ടുപേരും. ആക്ച്വലി നമ്മളിങ്ങനെ ഡ്യുവറ്റിലൊക്കെ വളരെ കുറവാണ്. എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. സൂപ്പർ. അതെ, ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഒന്ന് വെറൈറ്റി ആക്കാന്ന് വെച്ചു. താങ്ക് യു ശിവൻ. അപ്പൊ ഇനിയും വരാത്ത ഇതേപോലെ ഒരുപാട് ഡ്യുവറ്റ് പാട്ടുകളൊക്കെ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾവേസ് വെൽക്കം ടു റേഡിയോ ബഡായി. താങ്ക് യു.
കുഞ്ഞുട്ടി, ഞാൻ ഓർക്കുമായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിഡു അല്ലേ, നല്ല കിഡു സെറ്റ് ആയി പക്ഷെ പോയത്. ചേച്ചി പാടുമ്പോ നമുക്ക് ഈ ഒരു കരോക്കെ പ്ലേ ചെയ്യുന്നതിൽ വളരെ ലാഗ് വരും. അതെ. ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ഞാനും അത് ഓർത്തു. ഓക്കെ, താങ്ക് യു സോ മച്ച് അനു ആൻഡ് ജീവൻ. ரெண்டு பேருக்கும் ஒரு ஸ்பெஷல் தேங்க்ஸ். இது என்னோட ஃபேவரட் சாங்கும். ആഹാ, താങ്ക് യു താങ്ക് യു സോ മച്ച്. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചി ആശ ചേച്ചി ഹലോ, യെസ് വന്നിട്ടുണ്ട്. കേൾക്കാലോ? കേൾക്കാലോ. അപ്പോ ഈ 100ാമത്തെ ദിവസത്തിന്റെ ആഘോഷത്തിൽ ഒരു പാട്ട് പാടാൻ താങ്കൾ തയ്യാറാണോ? തയ്യാറാണോന്നോ? പാടൂന്ന് പറയൂ കോപ്സേ, നമ്മുടെ ആസ്ഥാന ഗായികയാണ് ആശ ചേച്ചി. അല്ല, തയ്യാറല്ലെന്ന് പറഞ്ഞാലും പാടൂന്ന് പറയാനാണ്. ആചാര്യങ്ങളെ, ഓരോരോ ആചാരം. എന്താല്ലേ? ഓക്കെ, എന്നെ കേൾക്കാവോ? കേക്കാം കേക്കാം. ഓക്കെ, ഇത് സ്വാമിയണ്ണന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ്. ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് ലിറിക്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എടുക്കാണ്. സാമിയണ്ണനടുത്ത് പാടാൻ റെഡി ആയിരുന്നു കേട്ടോ. സാമിയണ്ണന്റെ പാട്ടോട് കൂടിയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, லிரிக்ஸ் எடுத்து வச்சிருக்கேன். എടുത്തു വെച്ചോ, ഈ വൈകിക്കേണ്ട. അപ്പൊ ആശേഷിയുടെ പാട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ സാമിയണ്ണന്റെ പാട്ടിലേക്കാണ്. അതിനുശേഷം നമ്മുടെ വൈൻഡപ്പ് ആയിരിക്കും. താഴെ നമ്മുടെ DJ ഷൈനൊക്കെ വന്ന് വെയിറ്റിംഗ് ആണ് കേട്ടോ. അതേ പോയി പറഞ്ഞു ആവത്തില്ല, അപ്ലേക്ക് ഓടിയവൻ. ഓക്കെ, ആശ ചേച്ചി ടൈം എടുക്കുമെങ്കിൽ ഒരാളിലോട്ട് പോയിട്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വരും നീ, എന്നു വരും നീ, എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ, തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. എന്നു വരും നീ, എന്നു വരും നീ, എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ. നീയില്ലെങ്കിൽ, നീ വരില്ലെങ്കിൽ, എന്തിനൻ കരളിൽ സ്നേഹം, വെറുതെ എന്തിനൻ നെഞ്ചിൽ മോഹം. മണമായി നീ മനസ്സിലില്ലാതെ, എന്തിനു പൂവിൻ ചന്തം. എന്നു വരും നീ, എന്നു വരും നീ, എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ. നല്ല പാട്ടുകാരുടെ ഇടയിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഗോപ്സെ. അത്രയ്ക്കും എളിമ വേണോ ചേച്ചി? സൂപ്പർ, അടിപൊളിയായിട്ട് പാടിയിട്ട് നല്ലൊരു സോങ് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ പാട്ടിന്റെ ഞാൻ പറഞ്ഞല്ലോ, സ്വാമിയണ്ണൻ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇത് തന്നെ എടുത്തത്. இது അടിപൊളി. അപ്പൊ സാമിയണ്ണൻ ഹാപ്പി അല്ലേ? இல்ல இல்ல, இதுக்கு ஒரு ஸ்பெஷாலிட்டி இருக்கு. ஏன்னா எப்பவுமே ஆஷா சேச்சி வந்து, ஆஷா சேச்சின்றேன், ஆஷா வந்து பாட்டு கேட்டாங்கன்னா ஹிந்தி சாங்ஸ் தான் அவங்களுக்கு ரொம்ப ஃபேவரட். அப்படி இருக்கும்போது ஒரு கிராமபோன் செஷன்ல இந்த பாட்டு கேட்டிருந்தாங்க. பட் அந்த சமயத்துல நான் அங்க இல்ல, கேட்க முடியல. யூடியூப்ல கேட்டேன். அப்ப அவங்க வாய்ஸ்லயே கேட்டா எப்படி இருக்கும் தோணுச்சு. இது ஆக்சுவலா 2 நாளைக்கு லாஸ்ட் சண்டே அவங்களுக்கு ஹிடன் மெசேஜஸ்ல அனுப்பணும் நோட். இது அவங்களுக்கு என்ன வரும் நீ ஒண்ணு பாடி தராமோன்னு. அப்ப நான் பாடி தரேன்னு சொல்லியிருந்தாங்க. இன்னைக்கு பாடி கொடுத்துட்டாங்க. த வெரி ஸ்பெஷல் டேல பாடி கொடுத்துருக்காங்க. தேங்க்யூ. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ സാമിയണ്ണൻ ഹാപ്പിയാണ്. അപ്പൊ അടുത്തത് സാമിയണ്ണ പാട്ട് പാടാൻ റെഡിയല്ലേ? பாட்டு ரெடி. ஆக்சுவலா இது எல்லாருக்கும் தெரிஞ்ச பாட்டு தான். இந்த உன் கூடவே பிறக்கணும் பாட்டுல நடு ஸ்டான்ஸா மட்டும் எடுத்திருக்கேன். ஏன்னா அந்த உன் கூடவே வந்து நிறைய வாட்டி ரிப்பீட் ஆகும். அதனால எனக்கு பிடிச்ச கொஞ்சம் லைன்ஸ் எடுத்திருக்கேன். நான் சித் ஸ்ரீராம் இல்ல, எனக்கு தெரிஞ்ச அளவுக்கு பாடுறேன். லிரிக்ஸ் எடுத்திருக்கேன். ஓகே. 5 விரல்களை கோத்து நம்ம 10 விரலானோ,
மணக்கோலத்தில் பார்த்தா அந்த சின்ன பொண்ண காணும். சில நாளில் நீ என் தாயே, சில நாளில் நீ என் சேயே. நீ மடிமேல் சாயும் போது அந்த வானம் விரிக்கும் பாயே. நீ எப்போதுமே என் கூடத்தான் என்று நினைச்சேன். இப்போ நீயும் போகும்போது செத்து பொழைச்சேன். நீதானே கொலசாமி ஒரு வரம் தாயே. மகளாக பொறுப்பேன் நீ சொல்லி போயே. உன் கூடவே பொறுக்கணும், உன் கூடவே பொறுக்கணும். உனக்காக நான் இருக்கணும் எப்போதுமே. உன் கூடவே பொறுக்கணும், கூடவே பொறுக்கணும். தாய் போல நான் காக்கணும் எப்போதுமே. സൂപ്പർ സമീന, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു അടിപൊളി പാട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ബിഗ് ബ്രദറിൽ നിന്ന് നമ്മൾ കേട്ടത്. അതെ അപ്പൊ അതെ, കിഡു സിംഗിങ് ആണ് സാമിയാണ്, കിഡു സിംഗിങ്. ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആകെ വളരെ കുറച്ച് പ്രാവശ്യമാണ് സാമ്യണ്ണന്റെ വായിന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടുള്ളൂ. അടിപൊളി, എന്തായാലും ഹാപ്പി. അപ്പോ ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ. ഇതേപോലെ ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും ഒരുപാട് പാട്ടുകാരൊക്കെ വന്നായിരുന്നു. അപ്പോ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇടക്കിടാം അല്ലെ സുസ്മി ചേച്ചി? കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. ആള് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. ഹലോ, ചെറിയ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു, ബട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ സാമേണ കിഡു സിംഗിങ് ആണ്, ഒന്നും പറയാനല്ലോ, ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനിയും ഈ പരിപാടിയൊക്കെ കൊണ്ടുവരാം. സോ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഉറപ്പായിട്ടും. അപ്പോൾ മനോഹരമായ ഒരുപാട് പാട്ടുകളിലൂടെ അല്ലേ നമ്മൾ കടന്നുപോയി. ഓരോരുത്തരുടെയും ഫേവറേറ്റ് സോങ്സും ഒത്തിരിയധികം പാട്ടുകൾ നമ്മുടെയൊക്കെ മനസ്സിനെ തട്ടി തൊട്ട് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് പറയട്ടെ? യെസ്, പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പാട്ടുകാരെ ഇതിലേ വരൂ ഇൻ റേഡിയോ ബഡായി. നമ്മുടെ 100th ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ പാട്ടുകൾ കൊണ്ട് തന്നെ സംഗീതത്തിൽ നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരിയധികം സന്തോഷം. ഇതേ സപ്പോർട്ട് തന്നെ ഇനിയും തരിക. ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രേരിപ്പിക്കുന്നത്. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ദിസ് ഈസ് RJ സുസ്മി വിത്ത് RJ ഗോപ്സ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ബഡായി. അപ്പോൾ എല്ലാവരും ചെന്നോളുക നമ്മുടെ DJ നൈറ്റ്സ് വിത്ത് ഷൈൻ. യെസ്, അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.